ഹായ് TM ഫാമിലി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു രക്ഷയില്ലാത്ത വേറെ ലെവൽ ട്വിസ്റ്റുമായിട്ട് ഷോക്ക് അടിപ്പിച്ച മലയാളത്തിലെ ഏറ്റവും പുതിയ ജിത്തു ജോസഫിനെ അസിസ്റ്റന്റ് ഡയറക്ട് ചെയ്ത ദൃഢം എന്ന ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ കഥയാണ്. വീഡിയോ കുറച്ചധികം ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്നാമത് നല്ല പെയിനിൽ ഞാൻ കുറച്ച് വോയിസ് ചെയ്തിട്ടാ വീഡിയോ തീർത്തെ. അതുപോലെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടുമില്ല. വേറെ ചാനലുകളിലും വീഡിയോ വന്നിട്ടുണ്ടാവും. എന്തായാലും എൻ്റെ കൂട്ടുകാർ മാക്സിമം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. ഇതിലും അടിപൊളി ക്വാളിറ്റിയുള്ള കഥകൾക്കായിട്ട് ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തുടങ്ങിയാലോ? ഈ കഥയുടെ ആരംഭത്തിൽ നമ്മുടെ ഈ കഥയിലെ നായകനായിട്ടുള്ള വിജയില്ലേ SI ആയിട്ട് ജോലി ലഭിച്ച് പുതിയ സ്ഥലത്തേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ തന്റെ അങ്കിളായിട്ടുള്ള DYSP വിളിച്ചിട്ട് നീ ഇപ്പോ പോകുന്ന കുഴിനിലത്തെ സ്റ്റേഷനില്ലേ, അവിടെ പ്രത്യേകിച്ച് അധികം കേസുകളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നിനക്ക് നല്ല സമാധാനം ഉണ്ടാവും. പിന്നെ അവിടെ ഒരു ASI കൃഷ്ണനുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സമയം മുതൽ അങ്ങേര് അവിടെ ഉള്ളതാ. ആള് സ്മാർട്ടാണ്, നിനക്ക് നല്ല ഹെൽപ്പാവും. അതുപോലെ അവിടുത്തെ ഓരോ പോലീസുകാരും സാധാരണക്കാരാന്ന് കരുതണ്ട, എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഓഫീസേഴ്സാ. അവരുടെ എക്സ്പീരിയൻസ് നീ ഉപയോഗിക്കുക, എന്നുവെച്ച് അവരാരെടുത്ത് തലയിലേക്ക് അധികം വെക്കാൻ നിൽക്കണ്ട. അങ്ങനെ ആ നാട്ടിലെത്തിയിട്ട് അവിടെ ഒരു ഓട്ടോക്കാരനോട് സ്റ്റേഷനിലേക്കുള്ള വഴിയും ചോദിച്ച് നേരെ സ്റ്റേഷനിലെത്തുകയാണ്. നമ്മുടെ ഹീറോ SI ആയിട്ട് ജോയിൻ ചെയ്യാൻ വന്നെന്ന് പറയുമ്പോൾ ആ സ്റ്റേഷനിലെ ASI കൃഷ്ണനും ഹെഡ് കോൺസ്റ്റബിൾ ബാലനും അതുപോലെ അതേ നാട്ടിൽ തന്നെയുള്ള മറ്റൊരു കോൺസ്റ്റബിൾ, ഇവരുടെ പേര് സത്യൻ എന്നാണ്, സ്റ്റേഷനിൽ ജോയിൻ ചെയ്തിട്ട് 3 വർഷമായി. അതേപോലെ മറ്റൊരു കോൺസ്റ്റബിൾ 5 വർഷമായിട്ട് ഇതേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യാണ്. ഇവന്റെ പേരാണ് ബിനീഷ്. അതുപോലെ 2 ലേഡി കോൺസ്റ്റബിൾസ്, ഒരാള് രമ്യ, മറ്റൊരാള് വിദ്യ. രണ്ടുപേരും ആലപ്പുഴയിൽ നിന്നാണ്. ഇവിടെ ജോയിൻ ചെയ്തിട്ട് 2 വർഷമായി. അതുപോലെ ആനന്ദ് എന്ന മറ്റൊരു കോൺസ്റ്റബിൾ കൂടെ ഉണ്ട്. അവനിന്ന് ലീവാ, അവന്റെ അമ്മ വയ്യാതെ കിടക്കുന്നുണ്ട്, ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോയതാ. അപ്പോൾ നമ്മുടെ SI വിജയ് ആണെങ്കിൽ, അല്ല കൃഷ്ണേട്ടൻ ഇവിടെ എത്ര നാളായി? ഞാനിവിടെ ഇപ്പോ 3 വർഷമായി. സ്വന്തം നാട്ടിലെ സ്റ്റേഷനിലിരിക്കെ തന്നെ റിട്ടയർഡ് ചേരുന്നുള്ള ഒരാഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ വിജയ് ആണെങ്കിൽ, അല്ല ഈ സ്റ്റേഷനിലെ SI ഇല്ലേ? ഇല്ല സാറ്, ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ട് കഴിഞ്ഞ 7 മാസമായിട്ട് മറ്റൊരു പോസ്റ്റിംഗും നടന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കും സാറിന് SI പോസ്റ്റിംഗ് ഇങ്ങോട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ കോൺസ്റ്റബിൾ ബാലനാണെങ്കിൽ, അല്ല സാറിന്റെ നാട് എവിടെയാ? വീട്ടിലാരൊക്കെയാ? വീട്ടിലെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അവര് കൃഷിയൊക്കെ ആയിട്ട് അങ്ങനെ കൂടുകയാണ്. നമ്മുടെ ഹീറോയെ കണ്ടപ്പോൾ തന്നെ കോൺസ്റ്റബിൾ വിദ്യക്കില്ലേ ചെറുതായിട്ട് ഒരു ക്രഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയുടെ താമസം ഇവിടെ നോക്കുമ്പോൾ പോലീസ് ക്വാർട്ടേഴ്സിൽ തന്നെയാണ്. നിലവിലെ എല്ലാ പോലീസ് ഓഫീസേഴ്സും അതേ ക്വാർട്ടേഴ്സിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് ക്വാർട്ടേഴ്സ് കാണിച്ചു കൊടുത്ത് കൂടെയുള്ള പോലീസ് ഓഫീസേഴ്സ് തന്നെ ഹീറോയുടെ ലഗേജ് ഒക്കെ തന്റെ റൂമിലേക്ക് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുകയാണ്. എന്താവശ്യത്തിനും ഞങ്ങൾ എപ്പോഴും ഉണ്ടാവുന്നത് ഹീറോയ്ക്ക് ഒരു ധൈര്യം കൊടുക്കുമ്പോൾ ഹീറോയ്ക്കും സമാധാനമാവാണ്. അങ്ങനെ അടുത്ത ദിവസം ഫ്രഷ് ആയിട്ട് തന്റെ പോലീസ് ഡ്രസ്സ് ഇട്ട് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ കൃഷ്ണേട്ടൻ പറയുന്നുണ്ട്, ആള് ചെറുപ്പക്കാരാണെങ്കിലും അവർക്ക് പോലീസ് ഡ്രസ്സ് നല്ലോണം സൂട്ടാവുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ വിദ്യയില്ലേ, അവളാണെങ്കിൽ വിജയുടെ ലുക്ക് കണ്ടപ്പോൾ അവനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ മറ്റ് ഓഫീസേഴ്സ് പറയുന്നുണ്ട്, മതി വിദ്യ, അങ്ങേരെ ഉള്ളിലേക്ക് കയറിപ്പോയി. അങ്ങനെ കുറെ വർഷത്തെ തന്റെ സ്വപ്നം പൂവണിഞ്ഞ് ആ ഒരു SI കസേരയില് കുറച്ചേരം ഇരുന്നിട്ട് നേരെ ACP മീറ്റ് ചെയ്ത് ജോയിൻ ചെയ്യാണ്. അപ്പോൾ അങ്ങേരാണെങ്കിൽ ആ സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഡ്യൂട്ടി കൂടി തനിക്കായിരിക്കും. തന്റെ കരിയറിലെ ആദ്യത്തെ പോസ്റ്റിംഗ് അല്ലേ, എന്തെങ്കിലും സഹായമാണെങ്കിൽ കൃഷ്ണൻ തന്നെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഹീറോ ഇല്ലേ തന്റെ ടീമായിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു പാലെത്താണ്. അപ്പോൾ കൃഷ്ണനാണെങ്കിൽ, സാറേ ഈ പാലാണ് നമ്മുടെ സ്റ്റേഷന്റെ അതിർത്തി. അങ്ങനെ പോകുന്ന വഴിക്ക്, സാറേ ഇവിടെ നല്ല ഹോംലി ഫുഡ് കിട്ടുന്ന ഒരു കടയുണ്ട്, അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ? അങ്ങനെ ആ കടയിലെ ചേച്ചിയോട്, നമ്മുടെ സ്റ്റേഷനിലെ പുതിയ SI ആണ്, ഇവിടുത്തെ എല്ലാ ബെസ്റ്റ് ഫുഡും പോരട്ടെ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോൾ ഹീറോയ്ക്ക് അമ്മയുടെ കോള് വരികയാണ്. അപ്പോൾ സ്റ്റേഷനിലെ വിശേഷങ്ങളും പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ലാത്ത ഏരിയ ആണ്. അതുപോലെ കൂടെയുള്ള ഓഫീസേഴ്സൊക്കെ നല്ല സഹകരണമാണെന്ന് അമ്മയെ സമാധാനിപ്പിക്കുകയും ചെയ്ത് ആ ഹോട്ടലിൽ എല്ലാവരും കഴിച്ച ഭക്ഷണത്തിന്റെ പൈസയും കൊടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്കാണ് കൃഷ്ണേട്ടൻ പറയുന്നത്, സാറേ ആ വഴിക്കാണ് ആനന്ദിന്റെ വീട്. അങ്ങനെയാണെങ്കിൽ അവന്റെ അമ്മയ്ക്ക് വയ്യാത്തതല്ലേ, നമുക്കൊന്ന് കയറി കണ്ടിട്ട് പോയി കളയും. അപ്പൊ എല്ലാവരും അവനിക്കത് എന്തായാലും സന്തോഷം സാറേ. അങ്ങനെ ആ വീട്ടിലെത്തിയപ്പോ ആനന്ദാണെങ്കിലേ, സാറേ അമ്മയ്ക്ക് കഴിഞ്ഞ മാസം സ്ട്രോക്ക് വന്നതാ, അങ്ങനെ ഒരു ഭാഗം തളർന്നുപോയി. അപ്പൊ ഇന്നലെ ചെക്കപ്പ് ഉണ്ടായിരുന്നു, അതാ ഞാൻ 2 ദിവസത്തേക്ക് ലീവ് എടുത്തത്. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അമ്മയോട്, അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമ്മളൊക്കെ ഇവിടെയില്ലേ. അപ്പോഴാണ് ആനന്ദിന്റെ ഫോൺ റിങ് ചെയ്യുന്നത്, ചെണ്ട കൂട്ടുന്ന പോലെ ഒരു റിംഗ് ടോൺ. അങ്ങനെ നൈറ്റ് ഫുഡ് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ പുറത്ത് നമ്മുടെ വിദ്യയും രമ്യയും വന്നിട്ട് ഫുഡ് കൊടുക്കുമ്പോൾ രമ്യ പറയുന്നുണ്ട്, സാറേ ഇത് ഇവള് സാറിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയ ചപ്പാത്തിയാട്ടാ. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ചെറുതായിട്ടൊരു ചിരി നാണൊക്കെ വരുന്നുണ്ട്. അങ്ങനെ രാവിലെ ആയപ്പോഴാണ് വിദ്യ കരോട്ടെ പ്രാക്ടീസ് ചെയ്യുന്ന കാണുന്നത്. സ്റ്റേഷനിലെത്തിയപ്പോൾ, താൻ കരോട്ടെ പഠിച്ചിട്ടുണ്ടോ? ആ സാറേ ഞാൻ ബ്ലാക്ക് ബെൽറ്റാ, അങ്ങനെ അധികം പ്രാക്ടീസ് ചെയ്യാൻ ടൈം കിട്ടാറില്ല. അപ്പോൾ വല്ലപ്പോഴും രാവിലെ ടൈം കിട്ടുമ്പോൾ ചെറുതായിട്ട് ഇവിടെ വെച്ച് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് നൈറ്റ് ആയപ്പോൾ നമ്മുടെ കൃഷ്ണേട്ടനില്ലേ, സാറേ ഒരു ചെറിയ വെള്ളമുടി പാർട്ടി ഉണ്ട്, സാറ് വരുന്നോ? മാസത്തിൽ ഒരിക്കലുള്ളൂ കേട്ടോ. അപ്പോൾ ഹീറോ വിജയ് ആണെങ്കിൽ, അല്ല കൃഷ്ണേട്ട ഞാൻ മദ്യപിക്കാറില്ല. അങ്ങനെ അവരുടെ ഒച്ചപ്പാടൊക്കെ കേട്ടിട്ട് പോയി നോക്കുമ്പോൾ ആ സ്റ്റേഷനിലെ എല്ലാ ഓഫീസേഴ്സും നമ്മുടെ വിദ്യ അടക്കം ഒരു ചെറുതായിട്ട്
അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഹീറോ ആണെങ്കിൽ അല്ല നിങ്ങളുടെ പരിപാടി നടക്കട്ടെ, ഞാൻ സൗണ്ട് കേട്ടപ്പോൾ ഒന്ന് നോക്കാൻ വന്നതാ. അങ്ങനെ അടുത്ത ദിവസം സ്റ്റേഷനിലെത്തിയപ്പോ കൃഷ്ണേട്ടനാണെങ്കിൽ സാറേ ഇന്നലെ കുറച്ച് ഓവറായി പോയി. അത് സാരല്ല. പിന്നെ വിദ്യ നോക്കിയിട്ട് കൃഷ്ണേട്ട ഈ കരോട്ടയും മദ്യപാനവും ഒരുമിച്ച് കൊണ്ടുവന്ന അത്ര നല്ലതല്ല. അപ്പൊ വിദ്യ ആണെങ്കിൽ അല്ല കൃഷ്ണേട്ട നിങ്ങളെ നിർബന്ധിച്ചപ്പോ ഞാൻ ഒന്ന് ചെറുതായി ടേസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, അത് സാറിനോട് പറ. അപ്പോഴാണ് ആ നാട്ടിലെ മഹാറാണി എന്ന ഒരു ബാറിന്റെ പ്രൊപ്പറേറ്റർ ബാലൻ ഹീറോയെ കാണാൻ വരുന്നത്. അപ്പോ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? എല്ലാവരുടെയും സഹകരണത്തില് നല്ല രീതിയിലോ സാറേ. അങ്ങനെ ഒരു കവറിൽ കുറച്ച് പൈസ നമ്മുടെ ഹീറോയ്ക്ക് നീട്ടിയിട്ട് മാസത്തിൽ ഒരിക്കൽ പതിവുള്ളത് സാറേ, മേലെ ഇതുപോലെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരരുത്. എന്നിട്ട് നമ്മുടെ കൃഷ്ണേട്ടനെ വിളിച്ചിട്ട് എന്താ കൃഷ്ണേട്ട ഇതൊക്കെ? അല്ല സാറേ ഇതൊക്കെ ഇവിടെ പതിവുള്ളതാ. ഓ അപ്പൊ നിങ്ങളൊക്കെ വാങ്ങുന്നുണ്ടല്ലേ? അല്ല അങ്ങനെയല്ല സാറേ, നമ്മുടെ സർക്കാരിൽ നിന്ന് നമ്മുടെ സ്റ്റേഷന്റെ ആവശ്യത്തിന് പൈസയായിട്ട് ഒന്നും കിട്ടാറില്ല. 6 മാസം മുമ്പ് അപേക്ഷിച്ചിട്ട് ഇവിടെ ഷെൽഫിലുണ്ടായിരുന്ന കുറേയധികം കേസ് ഫയൽസ് ബൈൻഡ് ചെയ്യാനുള്ള പൈസ പോലും കിട്ടിയില്ല. അപ്പൊ ഇതുപോലെ കിട്ടുന്ന പൈസയിൽ നിന്നാണ് അതൊക്കെ നമ്മൾ ചെയ്യാറ്. അത് മാത്രമല്ല സാറേ, നമ്മുടെ ഇവിടുത്തെ CCTV കംപ്ലൈന്റ് ആയിട്ട് 2 മാസം കഴിഞ്ഞു. ബാത്റൂമിൽ കുറേയധികം പണിയുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഇതൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും സാറേ. അപ്പോൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റിലൊക്കെ അങ്ങനെ പോകാറാണ്. എന്നാലും സാറ് കൈവിട്ടുള്ള ഒരു സഹായം ചെയ്യണ്ട. അപ്പൊ ഹീറോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യേ. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കോള് വരുന്നത്. ടൗണില് 2 ആൾ ചേർന്നിട്ട് പൊരിഞ്ഞാടി. അങ്ങനെ ആ ഒരു ഏരിയയിലെത്തിയപ്പോ പോലീസുകാരെ പോലും അതിൽ ഒരുത്തം തള്ളുന്നുണ്ട്. അപ്പോൾ 2 ആളെ സ്റ്റേഷനിലേക്ക് കൂട്ടിയിട്ട് എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ സാറേ ഈ പയ്യനില്ലേ എന്റെ വീട്ടിന്റെ അരികിൽ നിന്ന് കഞ്ചാവ് വലിക്കായിരുന്നു, ഇവിടുന്ന് വലിക്കാൻ പാടില്ല, പോവാൻ പറഞ്ഞ് ഞാൻ അവിടുന്ന് പറഞ്ഞു വിട്ടു. എന്നാൽ ഇപ്പൊ ഞാൻ ടൗണിലെത്തിയപ്പോ ഒരു കാറില്ലാതെ അവൻ വന്നിട്ട് തല്ലായിരുന്നു. അപ്പൊ അവനാണെങ്കിൽ സാറേ അത് സിഗരറ്റ് ആയിരുന്നു, കഞ്ചാവൊന്നുമല്ല. അപ്പൊ ഹീറോ അവനത് അവന്റെ പോക്കറ്റിൽ എന്താ നോക്ക്. എന്നാൽ അവൻ നിന്ന് എടുക്കോ പിടിച്ചു വെച്ച് നോക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് കഞ്ചാവ് കിട്ടാണ്. അപ്പോൾ ഒരു പാർട്ടി പ്രവർത്തകനാണെങ്കിലേ സാറേ എനിക്ക് പരിചയമുള്ള പയ്യനാ, ഇത് കേസാക്കിയാൽ അവന്റെ ലൈഫ് ഇല്ലാതെയാവും. അപ്പോൾ അവന്റെ അച്ഛനാണെങ്കിൽ സാറേ എന്റെ മോന അടുത്ത മാസം അവൻ ദുബായിക്ക് പോകാൻ നിൽക്കുക, കേസാക്കിയാൽ അവന്റെ പോക്ക് മുടങ്ങും. അപ്പൊ പാർട്ടിക്കാരനാണെങ്കിലേ സാർ എത്രയാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എത്തിക്കാം. അപ്പൊ കാലിപ്പായ ഹീറോ നീ എനിക്ക് എന്തുണ്ടാക്കുന്നു? അപ്പോൾ ASI കൃഷ്ണനാണെങ്കിലേ പാർട്ടി പ്രവർത്തകൻ സാബുവിനോട് സാബു നീ പുറത്തേക്ക്, എന്നിട്ട് ആ പയ്യനോട് നിനക്ക് ആരാടാ സാധനം സപ്ലൈ ചെയ്യുന്നത്? അപ്പോഴാണ് കൃഷ്ണേട്ടനും ബാലേട്ടനും ഇല്ലേ ഹീറോയെ ഉള്ളിലേക്ക് വിളിച്ചിട്ട് സാറേ ആ പയ്യൻ അധികം പ്രശ്നക്കാരൊന്നുമല്ല, സംഭവം ചെയ്തത് തെറ്റ് തന്നെയാ, പക്ഷെ അവന്റെ മേലെ നമ്മളിപ്പോ കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാല് അവന്റെ പോക്ക് മുടങ്ങും, അവൻ നാളെ വഴിതെറ്റാന് നമ്മൾ തന്നെ കാരണം. പുറത്തു പോയി രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ സാറേ. അതേസമയത്ത് സാബു ആണെങ്കിലേ പാർട്ടി ടീമിനെ വിളിച്ചിട്ട് ചൂട് കയറ്റുമ്പോൾ മകനെയും കൂട്ടി അച്ഛൻ പുറത്തേക്ക് വരുന്നുണ്ട്. ഓ അപ്പൊ എന്നെ പുറത്ത് നിർത്തിയിട്ട് അവർ കാശ് വാങ്ങിയല്ലേ, നീ വെറുതെ പ്രശ്നം ഉണ്ടാകല്ലേ. അങ്ങനെ അവരോട് നിന്ന് പോവാണ്. അതേസമയത്ത് തോട്ടത്തില് ഏതൊരാള് പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുമ്പോ എന്തോ ഒന്ന് കണ്ട് ഭയന്ന് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ ഹീറോ തന്റെ ടീമുമായിട്ട് ആ ഒരു സ്ഥലത്തെത്തിയപ്പോ അവിടെയില്ലേ ഏതൊരാളുടെ കൈ മാത്രം കിടക്കാണ്. എന്നാൽ അവിടെ അരികിലൊന്നും ബോഡി കാണുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ ഫോറൻസിക് ടീമിനെ അറിയിക്കാണ്. അതുപോലെ ഡോഗ് സ്ക്വാഡും ആ ഒരു ഏരിയ മുഴുവനായിട്ട് അരിച്ചു പെറുക്കി അവസാനമില്ലേ ആ ഒരു ബോഡി കുഴിച്ചിട്ട സ്ഥലം കണ്ടെത്താണ്. നോക്കുമ്പോൾ ബോഡിയൊക്കെ അഴുകി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഫോറൻസിക് എവിഡൻസ് കളക്ട് ചെയ്യുമ്പോൾ കൃഷ്ണേട്ടൻ പറയുന്നുണ്ട് സാറിന് നല്ല രാശിയാണല്ലോ, ഇതുവരായിട്ട് ഈ നാട്ടില് ഇങ്ങനൊരു കേസ് ആദ്യം. അപ്പോഴാണ് ഫോറൻസിക് അസിസ്റ്റന്റ് പറയുന്നത് സാറേ ഇവിടുന്ന് കാര്യമായിട്ടുള്ള എവിഡൻസ് ഒന്നും കിട്ടിയില്ല, ഇന്നലെ നല്ല മഴയായിരുന്നില്ലേ, ബോഡിക്കൊരു 4-5 ദിവസത്തെ പഴക്കം കാണും. അപ്പോൾ കൃഷ്ണേട്ടനോട് ബോഡി എന്തായാലും പോസ്റ്റ്മോർട്ടം അയക്ക്, പിന്നെ ഈ നാട്ടില് ഈ അടുത്ത് ആരെങ്കിലും കാണാതായിട്ടുണ്ടോ അവരുടെ ലിസ്റ്റ് കൊടുക്കുക. അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടർ പറയുന്നുണ്ട് ഒരു 30-35 വയസ്സിനുള്ളിലുള്ള ആളാണ് മരണപ്പെട്ടിട്ടുള്ളത്. മരണകാരണം തലക്ക് ശക്തമായിട്ട് ഏറ്റ അടിയാണ്, തലയൊട്ടി പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ കമ്പി പോലുള്ള എന്തോ ഒരു വസ്തു കൊണ്ടാണ് അടിച്ചിട്ടുള്ളത്. ശരീരത്തില് പല ഭാഗത്തായിട്ട് മുറിവുകൾ കാണുന്നുണ്ട്. എന്നാൽ അത് കാരണമൊന്നുമല്ല മരണപ്പെട്ടെ, ചിലപ്പോ മരണത്തിന് മുമ്പ് എന്തെങ്കിലും ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു നാട്ടിലെ ന്യൂസിലൊക്കെ ഒരു അജ്ഞാത വ്യക്തിയുടെ സ്ഥലത്ത് നിന്ന് അഴുകിയ ശരീരം കിട്ടിയ വാർത്ത കേൾക്കുമ്പോൾ ജനങ്ങളൊക്കെ ഷോക്കാവുന്നുണ്ട്. കാരണം ഇതുവരെ ഇതുപോലൊരു മരണ വാർത്ത ആ നാട്ടിൽ സംഭവിച്ചിട്ടില്ല. പോലീസിന് കൊലയാളിലേക്ക് എത്താനുള്ള പ്രത്യേക ഒരു തെളിവും അവിടുന്ന് കിട്ടിയിട്ടുമില്ല. അപ്പോൾ ACP കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ സാറേ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക, എന്ത് ലീഡ് കിട്ടിയാലും ഉടനെ തന്നെ അറിയിച്ചേക്കാം. എന്നാൽ സംഭവിച്ചത് ഒരു മാഡ്രാന്ന് ഉറപ്പായപ്പോ നമ്മുടെ ഹീറോ വിജയ് വല്ലാതെ തളർന്നു പോവാണ്. കാരണം താൻ ആ നാട്ടിലേക്ക് എത്തിയപ്പോഴല്ലേ ഇതുപോലൊരു സംഭവം നടക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിലെ ആ ബോഡി കിട്ടിയ ആ തോട്ടത്തിലേക്ക് തന്റെ ടീമിനെ കൂട്ടിയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞ ദിവസം കിട്ടാതെ പോയ മരണത്തിന് കാരണമായിട്ടുള്ള ആയുധം കമ്പി കിട്ടുമോ നോക്കുന്നുണ്ട്. അങ്ങനെ ആ പറമ്പിന്റെ ഓണർ കണ്ടിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സാറേ അത് കൃഷി ചെയ്യാതെ കുറച്ച് നാളായിട്ട് അങ്ങനെ ഇട്ടേക്കായിരുന്നു, അപ്പൊ കാട് പിടിച്ചപ്പോൾ അത് വൃത്തിയാക്കുമ്പോഴാണ് ആ ബോഡി കാണുന്നത്. അപ്പോൾ ഈ വീട്ടിൽ ആരൊക്കെയുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഞാനും എന്റെ ഭാര്യയും മകനും അവന്റെ ഭാര്യ ഉള്ളത്. മോനും ഭാര്യയും കൂടി കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയതാ. മോന് പോളിടെക്നിക്കിലെ അധ്യാപകനാ. അപ്പോൾ നമ്മുടെ ഹീറോയിലെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അറിയിക്കാന്ന് പറഞ്ഞ് അയാളുടെ മകനും ഭാര്യയും കല്യാണത്തിന് അവിടെ എത്തിയൊന്ന് അന്വേഷിക്കണം, പ്രത്യേകിച്ചിട്ട് മകൻ. അങ്ങനെ സ്റ്റേഷനിലെത്തിയിട്ട് ബാക്കിയുള്ള കേസൊക്കെ സമാധാനത്തിൽ നോക്കുമ്പോഴാണ് പെട്ടെന്നൊരു കോള് വരുന്നത്. അപ്പോൾ ഷോക്കായിട്ട് പോയി നോക്കുമ്പോൾ ആ നാട്ടിലെ ഒരു ഫിനാൻസ് കമ്പനി ആരോ കവർച്ച ചെയ്തിട്ട് ഉള്ളിലുള്ള ഒരു ലോക്കർ തന്നെ മുറിച്ച്
മുറിച്ചെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഹീറോ CCTV ഇടയിൽ നോക്കുമ്പോൾ CCTV ഓൾറെഡി അവർ മാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷെൽഫിൽ 125 പവനും 50 ലക്ഷം രൂപയുണ്ടായിരുന്നു എന്നാണ് അവർക്ക് മനസ്സിലാവുന്നത്. കാര്യങ്ങളൊക്കെ മാനേജറിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി പറയുന്നുണ്ട്, സാറേ രാത്രി ഒരു 3-4 ആൾക്കാർ എന്റെ പിന്നിലൂടെ വന്ന് എന്റെ മുഖം പൊത്തിയിട്ട് ബോധം കെടുത്തിയിട്ട് ഉള്ളിലേക്ക് കയറിയതാ. അപ്പോൾ ആ ഒരു ഓഫീസിന്റെ ഉള്ളു മുഴുവൻ നോക്കുമ്പോഴാണ് ഒരു ജനല് തന്നെ മുറിച്ച് മാറ്റിയത് കാണുന്നത്. അപ്പോൾ ആ ഒരു ലോക്കർ ജനല് മുറിച്ച് ഉള്ളിൽ കയറിയിട്ട് ആ ജനലിലൂടെ തന്നെയായിരിക്കും പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടാവുക ഹീറോയ്ക്ക് മനസ്സിലാവുകയാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമല്ല. കാരണം ആ റൂമിൽ 3 ലോക്കർ ഉണ്ട്. അതിലൊരു ലോക്കർ മാത്രമേ അവർ കൊണ്ടുപോയിട്ടുള്ളൂ. ബാക്കി 2 ലോക്കർ എന്താ കൊണ്ടുപോകാത്ത? എന്തായാലും കക്കാൻ വന്നതല്ലേ. അപ്പോൾ മാനേജറോട് കാര്യം ചോദിക്കുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, സാറേ കളവ് പോയ 6 ലോക്കർ കുറച്ച് ചെറുതാ, ഒരു 3-4 ആൾക്കാർ പൊക്കിയാൽ അത് പൊന്തും. എന്നാൽ ഇവിടെയുള്ളത് നല്ല വലുപ്പുള്ള ലോക്കറല്ലേ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഏകദേശം കാര്യം കത്തിയിട്ടുണ്ട്. അതായത് 3 ആളുകൾ ഉള്ളിൽ കയറി, ഒരാൾ ജനൽ തകർത്തു, മറ്റൊരാൾ ആ ഒരു ഷെൽഫ് ലോക്കർ മുറിച്ചു. അതുപോലെ ജനലിന്റെ പുറത്ത് വേറൊരാള്, 4ാമത്തെ ഒരാള് വണ്ടിയിൽ അവരെ കാത്തു നിന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു വണ്ടിയിലാണ് ലോക്കർ അവിടെ നിന്ന് കൊണ്ടുപോയത്. അപ്പോൾ ഫോറൻസിക് ടീം അരിച്ചു പെറുക്കിയിട്ടും ഫിംഗർ പ്രിന്റ് പോലും കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, അകത്ത് ഡോഗ് സ്ക്വാഡിന് മണം കിട്ടാതിരിക്കാൻ പെപ്പർ സ്പ്രേ യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ മഴയും കൂടെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ എവിഡൻസും കിട്ടാൻ ചാൻസും ഇല്ല. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോയില്ലേ ജനങ്ങളൊക്കെ തടിച്ചോടി പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പൊ ഹീറോക്ക് ഇനി ഈ കൂട്ടത്തില് ഈ റോബറി ചെയ്ത ആളുണ്ടാവുന്ന സംശയം തോന്നുന്നുണ്ട്. അപ്പൊ ഹീറോയ്ക്ക് ഹയർ ഓഫീസർ കോള് വന്നിട്ട് അങ്ങോട്ട് പോകാൻ നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ആരോ ഒരാള് തന്നെ നോക്കുന്ന പോലെ തോന്നാണ്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ അവിടെ കാണാനില്ല. അങ്ങനെ ആ ഒരു ഫിനാൻസ് കമ്പനിയിലെ ഓണർ വന്നിട്ട്, സാറേ ഇത് ചെയ്തത് ആരാണെങ്കിലും എനിക്ക് അറിയണം, 1-2 രൂപയുടെ മുതലെല്ലാം കൊണ്ടുപോയി. അപ്പൊ ഹീറോ ആണെങ്കിൽ നിങ്ങളൊന്ന് സമാധാനിക്കേ, നിങ്ങൾക്ക് പറയത്തക്ക ആരെങ്കിലും ശത്രുക്കളുണ്ടായിരുന്നോ? സാറേ ഫിനാൻസ് കമ്പനിയല്ലേ, അപ്പൊ ഇതൊക്കെ സ്വാഭാവിക. അപ്പോഴാണ് മാനേജർ പറയുന്നത്, സാറേ മനോജ് എന്ന് ഒരുത്തനില്ലേ, അവന്റെ വീടും സ്ഥലവും അവിടെ പണയം വെച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച വന്നിട്ട് അവനൊന്ന് വെല്ലുവിളിച്ചിട്ടാ പോയെ. അപ്പോൾ അവന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ ഹീറോ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫിനാൻസ് കമ്പനിയുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ തുടക്കത്തിലൊക്കെ വലിയ നൂലാമാലില്ലാതെ പൈസകൾ കടം കൊടുത്ത് അവസാനം കുറെ ആളുകളുടെ പ്രോപ്പർട്ടി അവർ കയ്യിലാക്കിയിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ കണ്ണീരും ഉണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുന്ന അറിയാണ്. അപ്പോൾ കോൺസ്റ്റബിള് ബിബീഷിനോട് ഇന്നലെ രാത്രി നിങ്ങൾ എങ്ങോട്ടാ നൈറ്റ് പെട്രോളിങ്ങിന് പോയത്? സാറേ നമ്മൾ പൂക്കോട് ഭാഗത്തേക്കാം. അപ്പോൾ രണ്ടും വേറെ വേറെ ഭാഗമാണ്. അപ്പൊ ഹീറോ ഡെസ്പായിട്ട്, അല്ലേ കൃഷ്ണേട്ടാ ഇത് വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുകയാണല്ലോ, ആദ്യം ഒരു മർഡർ, ഇപ്പൊ ഇതാ റോബറി. അങ്ങനെ അവസാനമായിട്ട് ആ ഫിനാൻസിൽ പ്രശ്നം ഉണ്ടാക്കിയത് മനോജ് അല്ലേ. അപ്പോൾ അവനെ കുറിച്ച് അന്വേഷിക്കാൻ വീട്ടിലെത്തിയപ്പോൾ ഭാര്യ പറയുന്നത്, സാറെ കഴിഞ്ഞ 16-ാം തീയതിയാ ഇവിടുന്ന് പോയത്, എന്തൊക്കെയോ കാര്യം ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞു. പോയിട്ട് 2 ദിവസം തന്നെ വിളിച്ചു, പിന്നെ വിളിച്ചില്ല, അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടിയില്ല. അല്ല സാറേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കഴിഞ്ഞ ആഴ്ച മനോജ് ആനമല ഫിനാൻസ് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് സാറ് വീട് സ്ഥലം പോകുന്നുള്ള ടെൻഷനിലായിരിക്കും. അപ്പൊ ഹീറോ ഇനി മനോജ് വിളിച്ചാലോ വന്നാലോ സ്റ്റേഷനിൽ അറിയിക്കും. അങ്ങനെ മനോജിന്റെ ഫോട്ടോയും ഭാര്യ സിന്ധുവിന്റെ നമ്പറും വാങ്ങാണ്. മനോജിന്റെ നമ്പർ വിളിച്ചു നോക്കുമ്പോൾ അവന്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. ഈ കേസുമായിട്ട് മനോജിന് എന്തോ ബന്ധമുണ്ടെന്ന് നമ്മുടെ ഹീറോയ്ക്ക് തോന്നുകയാണ്. അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് ഹീറോ ചോദിക്കുന്നത്, അല്ല ഈ മനോജിന് എത്ര പ്രായം ഉണ്ടാവും? ഒരു 30-35. അല്ല മനോജിന്റെ ഭാര്യ പറഞ്ഞത് 16-ാം തീയതിയാണ് വീട്ടിൽ നിന്ന് അവൻ പോയതെന്നല്ലേ. ആ ഒരു തോട്ടത്തിൽ നിന്ന് നമുക്ക് ബോഡി കിട്ടിയത് 24-ാം തീയതി. അതായത് ഒരാഴ്ചത്തെ ഗ്യാപ്പില് നമുക്ക് കിട്ടിയ ബോഡിക്കും ഏകദേശം 4-5 ദിവസം പഴക്കം ഉണ്ടായിരുന്നില്ലേ. അപ്പോ മനോജിന്റെ ഭാര്യ സിന്ധുവിനോട് ആ ബോഡി ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ. അങ്ങനെ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പുറത്ത് ഒരു പെൺകുട്ടിയും അമ്മയും കംപ്ലൈന്റ് കൊടുക്കാൻ വന്നപ്പോ ആ കുട്ടി കരയുന്ന ഹീറോ കാണുന്നേ. അപ്പോ കോൺസ്റ്റബിള് രമ്യ വിളിച്ചിട്ട്, എന്താ പ്രശ്നം? സാറേ ആ ഒരു കുട്ടിക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. മൂന്നാറിലേക്ക് ട്രിപ്പ് പോകാന്നും പറഞ്ഞ് കുട്ടി കൊണ്ടുപോയിട്ട് ജ്യൂസില് സ്ലീപ്പിംഗ് പിൽസ് പൊടിച്ചു കൊടുത്ത് മയങ്ങിയപ്പോ ആ കുട്ടിയുടെ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ഇപ്പോ അവളെ 5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യാം. എന്നാല് ആ കുടുംബത്തിന് പൈസ കൊടുക്കാനുള്ള ശക്തിയൊന്നുമില്ല സാറേ. അപ്പൊ ഹീറോ ഒരു കാര്യം ചെയ്യ്, പോലീസാന്ന് പറയാതെ ആ പയ്യനെ വിളിച്ച് ഒന്ന് കോംപ്രമൈസിന് ശ്രമിക്കുക. പിന്നെ ആ ഒരു പെൺകുട്ടി കടുങ്കയൊന്നും ചെയ്യാതിരിക്കാന് നമ്മുടെ ഹീറോ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. താൻ പേടിക്കണ്ട, നമ്മൾ കൂടെയുണ്ട്. അതേ സമയത്ത് നമ്മുടെ കോൺസ്റ്റബിൾ സത്യനില്ലേ ഹീറോയോട് ഒരു സംശയം പറയുന്നുണ്ട്. സാറേ ആനമല ഫിനാൻസില് ഓൾറെഡി വീടും സ്ഥലവും പണയം വെച്ചിട്ട് ഈ നാട്ടിലെ മധുവേട്ടൻ ജീവൻ ഒടുക്കിയിരുന്നു. അദ്ദേഹത്തിന് 2 ആൺമക്കളാ, ഒരാള് സനീഷ്, മറ്റൊരാള് കിരണ്. അച്ഛൻ മധു മരണപ്പെട്ട് 3 ദിവസം കഴിഞ്ഞപ്പോ സനീഷിനെ കാണാതായതാ. ഇതുവരെ അവന്റെ ഒരു വിവരമില്ല. അപ്പൊ ഹീറോ, അല്ല ഇതുവരെ സനീഷിന്റെ മിസ്സിംഗ് കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ? ഇല്ല, ആ കുടുംബത്തിൽ നിന്ന് ആരും വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കിരണിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ അവൻ ഈ നാട്ടിൽ തന്നെ ഉണ്ട് സാറേ. ഫുൾ ടൈം അടിപിടിയും അലമ്പും കള്ളുടിയൊക്കെ ആയിട്ട് നടക്കുക. ഉടനെ തന്നെ സനീഷിന്റെ വീട്ടിലെത്തിയിട്ട് അമ്മയോട് ഇതുവരെയായിട്ടും നിങ്ങളുടെ മകൻ പോയിട്ട് വിളിച്ചിട്ടേ ഇല്ല? ഇല്ല സാറേ, അവൻ ഫോൺ ഇവിടെ വെച്ചിട്ടാ പോയെ. അവന് അച്ഛൻ എന്നാല് ജീവനായിരുന്നു. അപ്പൊ അദ്ദേഹം പോയില്ലേ. അപ്പൊ ഹീറോ, അല്ല സനീഷ് മിസ്സായിട്ട് എന്താ ഇത്ര നാളായിട്ടും കംപ്ലൈന്റ് കൊടുക്കാതെ? അപ്പൊ അമ്മ ഒന്ന് പതറിക്കൊണ്ട്, അല്ല സാറേ അവൻ തിരിച്ചു വരുന്ന കരുതിയിട്ടാ ഈ 2 മാസവും ക്ഷമയോടെ കാത്തിരുന്നു. അല്ല നിങ്ങളുടെ മകൻ കിരൺ എവിടെ? അവനെ വിടില്ല സാറേ, പുറത്തു പോയേക്കുക. അവൻ വന്ന ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് വരാൻ പറയാന്ന് പറഞ്ഞ് ഹീറോയും ടീമും പോകാൻ ഇറങ്ങുമ്പോഴാണ് അവിടെ സനീഷിന്റെ ഫോട്ടോ ഹീറോ കാണുന്നത്. അപ്പോ അന്ന് ആ ബാങ്ക് കവർച്ച നടന്നപ്പോ ഹീറോ പുറത്ത് നിന്ന്
ഈ സനീഷിനെ തന്നെയാണ് കണ്ടിരുന്നത്. ഹീറോ കണ്ടെന്ന് ഉറപ്പായപ്പോ അവൻ അവിടുന്ന് തടി തപ്പിയതായിരിക്കും. അപ്പോ ആ ഒരു ബാങ്ക് കൊള്ളയുമായിട്ട് സനീഷിന് എന്തോ ബന്ധമുണ്ട്. ഞാനവനെ കണ്ട സ്ഥിതിക്ക് അവൻ ഈ നാട്ടിൽ തന്നെയുണ്ട്. അത് മാത്രമല്ല അവന്റെ അമ്മയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം. അപ്പൊ അസിസ്റ്റൻസ് അല്ല അവരെ നമുക്ക് കസ്റ്റഡിയിലെടുത്താലോ? ഇപ്പൊ അത് വേണ്ട. നമ്മളങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള സനീഷ് ചിലപ്പോ മുങ്ങിക്കളയാൻ ചാൻസ് ഉണ്ട്. ഈ വീടിന്റെ ചുറ്റിലും നമ്മുടെ ആൾക്കാരുടെ നോട്ടം എപ്പോഴുണ്ടാവണം. അങ്ങനെ സ്റ്റേഷനിലെത്തിയപ്പോ സനീഷിന്റെ ഭാര്യ ആ ബോഡി ചെക്ക് ചെയ്തപ്പോ അവന്റെതെല്ലാം ഉറപ്പായിട്ടുണ്ടെന്ന് ഹീറോയോട് ബാലൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ വിദ്യയോട് ആ ഒരു ഫൈനാൻസ് കമ്പനിയിലെ കാണാതായ സാധനങ്ങളുടെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് കറക്റ്റ് എടുത്തു തരണം. അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെട്ട പെൺകുട്ടിയെ കൂട്ടിയിട്ട് കസിൻസാന്നും പറഞ്ഞ് നമ്മുടെ വിദ്യ രമ്യയോ ആ ഒരു പയ്യനെ കാണാൻ പോകുമ്പോൾ അവൻ കലിപ്പാവുന്നുണ്ട്. നിന്നോട് ഒറ്റയ്ക്ക് വരാനല്ല ഞാൻ പറഞ്ഞേ. അപ്പൊ രമ്യ നീ ചോദിച്ചത്ര പൈസ നമ്മുടെ കയ്യിലില്ല. അതിന് ചേച്ചിയൊക്കെ ഏതാ? എനിക്ക് പറഞ്ഞ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ മോളുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ ചേച്ചി ഓൺലൈനിൽ കാണേണ്ടി വരും. അപ്പൊ അവരാണെങ്കിൽ നീ അങ്ങനെ ചെയ്യല്ലേ? അവളുടെ അച്ഛനും അമ്മയും ജീവൻ ഇല്ലാതാക്കേണ്ടി വരും. അതൊന്നും എനിക്ക് അറിയണ്ട. ചോദിച്ച പൈസ ഉണ്ടോ? അപ്പോൾ വിദ്യ ആണെങ്കിൽ അവളുടെ കയ്യിലുള്ള സ്വർണ്ണം വെറ്റിട്ട് 1 ലക്ഷം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോയും ഫോട്ടോസും ഇവിടെ വെച്ച് തന്നെ നീ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ കയ്യിൽ പൈസ വാങ്ങി ഫോൺ എടുക്കുമ്പോൾ നമ്മുടെ ഹീറോയിന്റെയും പുറത്തുണ്ട് വാതിലും ചോട്ടി പൊളിച്ച് അവന്റെ മുഖം അടിച്ച് തിരിക്കുന്നുണ്ട്. മോനെ നീ ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്തതിന്റെയും ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയതിന്റെയും വിഷ്വൽ എവിഡൻസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ ഫോട്ടോയുടെയും വീഡിയോയുടെയും വേറെ എവിഡൻസ് എവിടെയെങ്കിലും നീ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടോടാ? ഇനി മേലില് ഇതിന്റെ കോപ്പിയുടെയും വന്നിട്ടുണ്ടെങ്കിൽ ജാമ്യം പോലും കിട്ടാതെ നിന്നെ ഞാൻ പൂട്ടും. അപ്പൊ അവനാണെങ്കിൽ ഇല്ല സാറേ ഞാൻ വേറെ എവിടെയും കോപ്പി എടുത്തിട്ടില്ല. നാർത്തരം കാണിക്കുന്നോടാ. ഇവന്റെ കുറ്റസമ്മതത്തിന്റെ ഒരു വീഡിയോ എടുത്തു വെക്ക്, നമുക്ക് ആവശ്യം വരും. അങ്ങനെ നമ്മുടെ ഹീറോ നേരെ സ്റ്റേഷനിലെത്തിയപ്പോ അവന്റെ അച്ഛനും അമ്മയും സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. അല്ല എന്താ ഒരു വാക്ക് പോലും പറയാതെ പെട്ടെന്ന് നിന്നെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കാണാൻ വന്നതാ? അതിനിടയില് അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല ഏതാടാ കൊച്ച്, കാണാൻ കൊള്ളാലോ. അല്ല സ്റ്റേഷനിൽ വന്നിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങള്? വരുന്നവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വന്ന ശേഷം കൊലപാതകവും റോബറിയും. അപ്പൊ അച്ഛനാണെങ്കിൽ അങ്ങനെയല്ല വേണ്ടേ, കേസ് അന്വേഷണം ശരിക്കും പഠിക്കാലോ. അങ്ങനെ അച്ഛനും അമ്മയും അവിടുന്ന് പറഞ്ഞയച്ച് അടുത്ത ദിവസമില്ലേ ആ ഒരു ഫിനാൻസിലേക്ക് വന്നപ്പോ ജനങ്ങൾ തടിച്ചു കൂടിയിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പോലീസുകാരൻ മുരളി വന്നിട്ട് മറ്റൊരു ഷോക്കിംഗ് ന്യൂസ് പറയുന്നത്. സാറേ ഡാമിന്റെ അരികിലായിട്ട് മറ്റൊരു ബോഡി കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു ക്രൈംസിലെത്തിയപ്പോ ആരോ കയറ് കെട്ടി താഴ്ത്തിയതുപോലെ കയറ് പൊട്ടിയിട്ട് ഒലിച്ചു വന്നതാണ്. ബോഡി അഴുകി തുടങ്ങിയിട്ടുണ്ട്. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കാൻ പറയുമ്പോഴാണ് നമ്മുടെ സീനിയർ ACP വിളിക്കുന്നത്. എന്താടോ തനിക്ക് ചാകരയാണല്ലോ, ഒരു കേസുമില്ലാത്ത നാട്ടില് ഇപ്പൊ കേസിന്റെ മഴ. എന്തായാലും ഫോർമാലിറ്റീസ് ഒക്കെ തീർത്തിട്ട് താൻ ഓഫീസിലേക്ക് വാ. ഹീറോയുടെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ വീടോട് എന്താണ് മറുപടി പറഞ്ഞെന്നറിയാതെ പകച്ചു നിന്ന് പോവാണ്. അതേ സമയത്ത് ആ ഒരു ഫിനാൻസ് കമ്പനിയുടെ മുതലാളിയില്ലേ അയാളുടെ വീടിന്റെ പുറത്ത് ഏതോ ഒരു അജ്ഞാതനെ അയാൾ കാണുകയാണ്. അപ്പോ ഒന്ന് ഭയന്നപ്പോ പെട്ടെന്ന് അവനോടൊന്ന് എങ്ങോട്ടോ മറയുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഹീറോയിലെ ഫോറൻസിക് ഡോക്ടർ കാണാൻ വന്നപ്പോ അങ്ങനെ പറയുന്നത് ആദ്യത്തെ മർഡർ നടന്ന അതേ സെയിം പാറ്റേൺ തന്നെയാണ്, ഒരേ വെപ്പൺ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. പ്രായവും ഒരു 30-35 വയസ്സുള്ള ഒരു പുരുഷന്റേത്. അതുമാത്രമല്ല ആദ്യത്തെ ബോഡിയിൽ കണ്ടതുപോലെ തന്നെ ചേർത്ത് നിന്നതിന്റെ കുറേയധികം മുറിവുകള് ശരീരത്തിലുണ്ട്. അപ്പോ ഈ 2 ആളുകളെയും കൊലപ്പെടുത്തിയത് ഒരാളാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ ഹയർ ഓഫീസറെ കണ്ട ശേഷം ഹീറോ ഇതുവരെ കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്യാണ്. ഈ മർഡർ ചെയ്തത് ഒരാൾ തന്നെയാണ്. ആദ്യത്തെ കൊലപാതകം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് ആ ബാങ്കിലെ റോബറി നടന്നിട്ടുള്ളത്. അപ്പോ ആ കൊലയാളിക്ക് റോബറിയുമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ SCP ആണെങ്കിൽ താൻ പുതിയ ആളാണ്, തനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, താൻ ഈ കേസ് തെളിയിക്കില്ല എന്നൊക്കെ മുകളിൽ നിന്ന് നല്ല പ്രഷർ എനിക്കുണ്ട്. അപ്പോൾ വേഗം തന്നെ നീ ആ കേസ് ക്ലോസ് ചെയ്യും. അങ്ങനെ സ്റ്റേഷനിലെത്തുടൻ തന്നെ തന്റെ ടീമിനോട് ഞാൻ ACP അലക്സ് സാറിനെ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൈറ്റ് പെട്രോളിംഗ് സ്ട്രോങ് ആക്കാനാ അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഓരോ ഏരിയ ടീം തിരിക്കാൻ നോക്കുമ്പോൾ ഹീറോയുടെ മുഖത്ത് ടെൻഷൻ കണ്ട് കൃഷാട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ സാറേ? അല്ല എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, എന്നെ മാറ്റാൻ നിൽക്കുക. അലക്സ് സാറിന് മുകളിൽ നിന്ന് കിട്ടിയ ഓർഡർ അത് സ്വാഭാവികമല്ല സാറേ. അദ്ദേഹത്തിന് മുകളിൽ നിന്ന് പ്രഷർ വരും. അപ്പോൾ ആ പ്രഷർ സാറിന് തരും, സാർ അത് ഞങ്ങൾക്ക് തരും. കൂടിപ്പോയാൽ ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം. എന്റെ സർവീസിൽ എത്ര കിട്ടിയിരിക്കുന്നു സാറേ? ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളതാ. പിന്നെ സാറിന്റെ മുഖത്ത് ഈ ടെൻഷനില്ലേ അത് ബാക്കിയുള്ളവരെ എഫക്ട് ചെയ്യാതെ മുഖത്ത് കാണിക്കാതെ സാറൊന്ന് മാനേജ് ചെയ്യണം. എല്ലാം മറന്നിട്ട് സാറ് ഇൻവെസ്റ്റിഗേഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. എന്തെങ്കിലും ഒരു ലീഡ് നമുക്ക് കിട്ടാതിരിക്കില്ല. അങ്ങനെ കുറച്ച് നാളത്തെ തീവ്രമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിലും പ്രത്യേകിച്ച് ഒരു ലീഡും കിട്ടിയില്ല. അപ്പോഴാണ് സനീഷിന്റെ അനിയനില്ലേ കിരൺ, അവൻ സ്റ്റേഷനിലേക്ക് വരുന്നത്. അപ്പൊ അവനോട് സനീഷ് എവിടെ പോയെന്ന് നിനക്കറിയില്ലേ? ഇല്ല സാറേ, ഇനി നിനക്കറിയാമെന്ന് എങ്ങാനും എനിക്ക് മനസ്സിലായാലേ നീ തീർന്നു, നീ ഇപ്പൊ തൽക്കാലം പോയിക്കോ. അങ്ങനെ ഹീറോ അവന് പറഞ്ഞുവിടാണ്. അങ്ങനെ നൈറ്റ് പെട്രോളിംഗ് നടത്തുമ്പോൾ ഹീറോയ്ക്ക് ഒരു കോള് വരികയാണ്. മക്കിമല ഭാഗത്ത് മലയുടെ മുകളിലേക്ക് ഒരാള് ഒരു ബോർഡ് ചുമന്നുകൊണ്ട് പോകുന്നത് ഒരു സ്ത്രീ കണ്ടുവെന്ന്. ഉടനെ തന്നെ തന്റെ ടീമിനോട് ആ ഏരിയ എവിടെ നിന്ന് ചോദിച്ച് ആ ഭാഗത്തേക്ക് പോവാണ്. അങ്ങനെ ഓരോ ഓഫീസേഴ്സും ഓരോ ഭാഗത്ത് അന്വേഷിച്ചോണ്ടിരിക്കുമ്പോൾ അവസാനം നമ്മുടെ ഹീറോ വിജയിലെ കുറച്ച് ദൂരെ ഒരുത്തൻ ബോധം കെട്ട് കിടക്കുന്ന കാണുന്നുണ്ട്. അവന്റെ പൾസ് നോക്കുമ്പോൾ അവൻ ഓൾറെഡി മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് അവന്റെ പോക്കറ്റിലെ ഒരു വലിയ ഗോൾഡ് ചെയിൻ കാണുന്നത്. അത് എടുത്തപ്പോ തന്നെ ആരോ പിന്നിൽ നിന്ന് നമ്മുടെ ഹീറോയെ അടിച്ച് താഴെയിടാണ്. ആ ശബ്ദം കേട്ട് ഹെഡ് കോൺസ്റ്റബിള് ബാലേട്ടനില്ലേ അങ്ങോട്ടേക്ക് ഓടി വരുമ്പോ ഹീറോ വീണ് കിടക്കുന്ന കാണുന്നുണ്ട്.
കാണുന്നുണ്ട്. എന്നാൽ അരികിലെത്തുന്നതിന് മുൻപ് ബാലേട്ടനെയും ആരും അടിച്ച് താഴെയിടാണ്. വേഗം തന്നെ പോലീസ് ടീം ഓടി അരികിലെത്തിയിട്ടുണ്ട്. അങ്ങനെ അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാണ്. അടുത്ത ദിവസമാണ് നമ്മുടെ ഹീറോ കണ്ണു തുറക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചതെന്ന് ഹീറോയ്ക്ക് ബാലേട്ടൻ പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ ഹീറോ കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ ആ ബോഡി അതിന്റെ ഡീറ്റെയിൽസ് എന്തായി? അപ്പോൾ കൃഷ്ണേട്ടനാണെങ്കിൽ സാറേ അത് ആരതാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ അടുത്ത് പണിയെടുത്തോണ്ടിരുന്ന ഒരു തമിഴൻ്റെതാ. അപ്പോൾ ഹീറോ തന്റെ പരിക്ക് പോലും നോക്കാതെ ആ ഒരു ഭാഗത്തേക്ക് പോകാനിറങ്ങുമ്പോൾ മുരളിയും പറയുന്നുണ്ട്, സാറേ പോലീസിന്റെ മേലെ ആര് കൈവച്ചാലും അവനെ വെറുതെ വിടാൻ പാടില്ല. അങ്ങനെ ആ ഒരു തമിഴന്മാർ പണിയെടുക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ കോൺട്രാക്ടർ പറയുന്നുണ്ട്, സാറേ ഞാൻ ഈ വീട് പണി 4 തമിഴന്മാർ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിലൊരുത്തം മുങ്ങിയതാ. പിന്നീട് നാട്ടിലെന്തോ ഉത്സവം എന്ന് പറഞ്ഞ് ബാക്കി 3 മുങ്ങി. പിന്നെ ഇതുവരെ ആ 4 ഒരു വിവരമില്ല. അവന്മാർക്ക് കുറച്ച് പൈസ ഞാൻ അഡ്വാൻസ് കൊടുത്തും പോയി സാറേ. അപ്പൊ അതുകൊണ്ട് മുങ്ങിയതായിരിക്കും. അപ്പൊ ഹീറോ ആ കൂട്ടത്തില് മണികണ്ഠൻ എന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ? അതെ സാറേ, മണികണ്ഠൻ, അൻപ്, അറിവ്, പിന്നെ ഒരു കുമാർ. അല്ല സാറേ എന്താ അങ്ങനെ ചോദിക്കുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പൊ ഹീറോ ആ മണികണ്ഠനില്ലേ, അവർ ഇന്നലെ രാത്രി മക്കിമലിൽ വെച്ചിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് കേട്ട ഒരു ഷോക്കായി നിൽക്കുമ്പോൾ ഹീറോയ്ക്ക് ഫോറൻസിക് ഡോക്ടറിന്റെ കോള് വരികയാണ്. അപ്പോൾ അങ്ങേര് പറയുന്നത് നിലവിൽ നടന്ന 2 മർഡർ പോലെ തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ള ഈ 3ാമത്തെ മണികണ്ഠന്റെ കൊലപാതകവും. ഇന്നലെ അവന്റെ ബോഡി കിട്ടിയ അതേ സ്ഥലത്ത് വെച്ച് തന്നെയായിരിക്കും അവനെ ആക്രമിച്ചതും. ബാക്കിയുള്ളവരുടെ ശരീരത്തിലുണ്ടായ പോലെ മുറിവ് ഇവന്റെ ശരീരത്തിലുണ്ട്. അങ്ങനെ ആ 4 പേരും താമസിച്ചിരുന്ന വീട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ കോൺട്രാക്ടർ കാണിച്ചു കൊടുക്കാണ്. ആ വീട് അരിച്ചു പെറുക്കുമ്പോഴാണ് അതില് ഒരുത്തന്റെ വീട്ടിൽ നിന്ന് ആ ഫിനാൻസിലെ പണയം വെച്ച സ്വർണത്തിന്റെ ഒരു ചീട്ട് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ചീട്ട് വെരിഫൈ ചെയ്യാൻ ഫിനാൻസിലെത്തിയപ്പോൾ ആ സ്വർണം ഓൾറെഡി ആ ഫിനാൻസിലെ പണയം വെച്ചത് തന്നെയായിരുന്നു. കാരണം സ്വർണം പണയത്തിനെടുത്തിട്ട് ഡീറ്റെയിൽസ് എഴുതി ഇട്ടു വെക്കുന്ന കാർഡാണത്. അപ്പോൾ മാനേജറോട് പ്രതിയെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഉടനെ തന്നെ അറിയിക്കാന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് കൃഷ്ണേട്ടൻ പറയുന്നത്, സാറേ സാറ് ജോയിൻ ചെയ്യുന്നതിന്റെ 2 ദിവസം മുമ്പ് ആ ഒരു 4 തമിഴന്മാരും സ്റ്റേഷനിൽ വന്നിരുന്നു. അതില് അറിവൊന്നൊരുത്തനില്ലേ, ബാക്കി 3 പേരും തന്നെ ഇവിടുന്ന് പണി നിർത്തി നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഭീഷണിപ്പെടുത്താന്ന് പറഞ്ഞിട്ടാ കംപ്ലൈന്റ് തരാൻ വന്നേ. അപ്പോൾ അന്ന് ആ 3 വിളിച്ച് ഞാനൊന്ന് വിരട്ടി വിട്ടതാ. അപ്പോഴാണ് അങ്ങോട്ട് മുരളി വരുന്നേ. മുരളി പറയുന്നുണ്ട്, സാറേ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ ആദ്യം കണ്ടെത്തിയ ആ ബോഡി അരുളിൻ്റെത്, 2ാമത്തത് അൻപിൻ്റെത്, ഇപ്പൊ മണികണ്ഠൻ്റെത്, പിന്നെ 4ാമത് കുമാർ കൂടിയേ ബാക്കിയുള്ളൂ. അങ്ങനെ അവരുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ കൃഷ്ണേട്ടൻ പറയുന്നുണ്ട്, സാറേ ഇതില് കുമാറില്ലേ അവൻ പണത്തിന് വേണ്ടി ബാക്കി 3 പേരും തട്ടിത്തിരിക്കും. അപ്പൊ ഹീറോ, അല്ല മോശം നടക്കുന്നതിന് മുമ്പല്ലേ ഒരുത്തിന്റെ ബോഡി നമുക്ക് കിട്ടിയേ? അപ്പോഴാണ് വിദ്യ പറയുന്നത്, അല്ല സാറേ ഉറപ്പിക്കാൻ വരട്ടെ, ഇവര് 4 പേരും കൂടി ആ ഒരു ഫിനാൻസ് മോശം നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് അരുള് ആദ്യം പിന്മാറിയതായിരിക്കും. അപ്പൊ ആനന്ദ് അങ്ങനെയാണെങ്കിൽ മോശം നടന്ന ശേഷം പണവും സ്വർണവും വിട്ടുകൊടുക്കാതിരിക്കാന് കുമാർ ബാക്കി 2 പേരും തട്ടിയതാണെങ്കിലോ? അപ്പൊ ബാലേട്ടൻ പറയുന്നുണ്ട്, സാറേ ആനന്ദും വിദ്യയും പറഞ്ഞതിന് സാധ്യതയുണ്ട്. കാരണം ഫിനാൻസിലെ CCTV വിഷ്വൽസും അതുപോലെ സെക്യൂരിറ്റിയുടെ മൊഴി നോക്കുമ്പോൾ 3 പേര് ചേർന്ന് തന്നെയാണ് അന്ന് കവർച്ച നടത്തിയിട്ടുള്ളത്. അപ്പൊ ഹീറോ അങ്ങനെയാണെങ്കിലേ കുമാറിന്റെയും ബാക്കി 3 പേരുടെയും തമിഴ്നാട്ടിലെ നാട് എവിടെയെന്ന് അന്വേഷിക്കുക. അതുപോലെ കുമാറിന്റെ ഫോട്ടോ ടൗണിലും മറ്റ് സ്ഥലങ്ങളിലും ഒട്ടിച്ച് ലുക്കൌട്ട് നോട്ടീസ് വിടുക. അവൻ ഉടൻ തന്നെ കിട്ടണം. അപ്പോഴാണ് അന്ന് രാത്രിയിലെ നമ്മുടെ ഫിനാൻസിന്റെ ഓണർ ഷാജി ഒരു കുൽസിത പ്രവർത്തി കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ തന്റെ വണ്ടിയുടെ ടയർ 4ഉം ആരോ പഞ്ചറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹെൽപ്പിന് വേണ്ടി ആരെങ്കിലും വിളിക്കാൻ ഫോൺ എടുക്കുമ്പോൾ ഏതോരുത്തും പിന്നിലൂടെ വന്നിട്ട് ഷാജിയുടെ നേരക്ക് കത്തി വീശാണ്. അപ്പോൾ കൊതറി അവനെ തള്ളി മാറ്റിയിട്ട് അവിടെ ഒരു കലിങ്ങിന്റെ പിന്നില് ഷാജി ഒളിക്കുന്നുണ്ട്. ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് ഇൻഫോം ചെയ്യാണ്, സാറേ ഒരാളെന്നെ കൊല്ലാൻ നോക്കുക, വേഗം വാ. അങ്ങനെ ഫോൺ കട്ട് ചെയ്തപ്പോൾ ഇങ്ങോട്ടൊരു കോള് വരികയാണ്. അപ്പോൾ ആ ഒരു കൊലയാളി അയാളുടെ നേരക്ക് പായുമ്പോൾ അയാൾ ഓടി വന്ന് വണ്ടിയിൽ കയറി വണ്ടി ലോക്കിയാണ്. അപ്പോൾ അവൻ വിൻഡോ ചില്ല് കുത്തി പൊട്ടിക്കാൻ നോക്കുമ്പോൾ ഹെൽപ്പിനായിട്ട് ആളുകൾ കൂടാൻ വണ്ടിയുടെ ഹോണ് മുഴക്കാണ്. ഉടനെ തന്നെ ജനങ്ങൾ തടിച്ചുകൂടാണ്. പോലീസ് എത്തിയപ്പോൾ, സാറേ ആരൊരുത്തൻ എന്നെ കുത്തിയിട്ട് ആ പറമ്പിലോട്ട് ഓടിപ്പോയിരുന്നു. അപ്പോഴാണ് പുറത്ത് അവൻ വന്ന ബൈക്ക് നിർത്തിയിട്ട് കാണുന്നത്. അപ്പോൾ ഹീറോ വന്നിട്ട് 2 ആളുകളോട് അവൻ പോയ ഭാഗത്ത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്, നമ്മൾ ഈ പറമ്പിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോവാം, അവൻ ഒരിക്കലും പറമ്പ് വിട്ട് പുറത്ത് ചാടാൻ പാടില്ല. അങ്ങനെ എല്ലാവരോടും ചുറ്റുവളഞ്ഞ് അവനെ ലോക്ക് ചെയ്യുമ്പോൾ അത് വേറെ ആരുമല്ല, ഹീറോ തേടിക്കൊണ്ടിരുന്ന സനീഷ് തന്നെയാണ്. അങ്ങനെ അവന് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട്, എന്തിനാടാ നീ അയാളെ കൊല്ലാൻ നോക്കിയേ? സാറേ എനിക്കൊരു ബിസിനസ് തുടങ്ങാനാ, അച്ഛൻ വീടും സ്ഥലവും വെച്ച് ആ ഫിനാൻസിൽ നിന്ന് കുറച്ച് പൈസ എടുത്തന്നെ. എന്നാൽ അയാളുടെ കൊള്ള പലിശ കാരണം സ്ഥലവും വീടും നഷ്ടമായി. അത് കാരണം എന്റെ അച്ഛനും എന്നെ വിട്ടുപോയി. ആ പക തീർക്കാൻ തന്നെ സാറേ ഞാൻ പോയത്. അപ്പൊ ഹീറോ, തമിഴന്മാരുമായിട്ട് ചേർന്നിട്ട് നീ തന്നെയാലേ അപ്പൊ ഫിനാൻസിലെ മോഷണം നടത്തിയേ? സാർ എന്തായി പറയുന്നത്? മോഷണോ? ഈ തമിഴന്മാരെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല സാറേ. ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയല്ലേ, കട്ടാനെ കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടനെ പിടിക്കുക. അപ്പൊ ഹീറോ, പിന്നെ നീ എന്തിനാടാ അന്ന് ഫിനാൻസിലേക്ക് വന്നേ? എന്നെ കണ്ടപ്പോൾ നീ അങ്ങ് മാറി കളഞ്ഞല്ലോ. സാറേ അത് മോശം നടന്നറിഞ്ഞിട്ട് അവന്റെ നാശം കാണാൻ തന്നെയാ ഞാൻ അങ്ങോട്ട് വന്നേ. അപ്പൊ ഹീറോ, അല്ല കഴിഞ്ഞ 2 മാസം പിന്നെ നീ എവിടെയായിരുന്നു? അത് സാറേ ഞാനെൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു. എന്നാൽ അവന് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. അത് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. തൽക്കാലം ഷാജിയെ കൊല്ലാൻ നോക്കിയവന് അറ്റംപ്റ്റ് ടു മർഡറിന് കുറച്ചാലം നീ ജയിലിൽ കിടക്ക്. അതേ സമയത്ത് നമ്മുടെ ഹീറോയിലെ ആ ബോഡി ആരാ ഡംപ് ചെയ്തേ ആ ഭാഗത്തെ CCTV നോക്കുമ്പോൾ അതിലൊന്നും കാണാനില്ല. അപ്പൊ മറ്റൊരു ഭാഗത്തു കൂടെ ആയിരിക്കും ആ ബോഡി ഡംപ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോഴാണ് പോലീസ് ടീം വന്നിട്ട്, സാറേ സനീഷ് പറഞ്ഞ സത്യം, ഈ റോബറി നടന്ന ദിവസം അവൻ ആ വീട്ടിലുണ്ടായിരുന്നെന്ന് അവന്റെ കൂട്ടുകാരൻ മൊഴി വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ആ തമിഴന്മാരിലെ അവർ 4 പേരും ഒരേ നാട്ടുകാരാ. അപ്പോൾ ആ ഏരിയയിലെ SI ഇപ്പോൾ ലീവില, വന്നുടൻ തന്നെ ഡീറ്റെയിൽസ് നമ്മൾ അറിയിക്കാന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ ഹീറോ, സനീഷ് എന്നാ വീട്ടിലുണ്ടായിരുന്നെന്ന് കരുതി
അവൻ ആ റോബറിയിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. സനീഷിനെ ഒന്നുകൂടി നമുക്ക് ചോദ്യം ചെയ്യണം. അങ്ങനെ നമ്മുടെ ഫിനാൻസ് ഓണർ ഷാജിയില്ലേ, അയാളെയും മാനേജരെയും ഓഫീസിലേക്ക് വിളിപ്പിക്കുകയാണ്. അപ്പോൾ പാർട്ടി പ്രവർത്തകൻ സാബു വന്നിട്ടെന്ന് പറയുമ്പോൾ അവനോട് കുറച്ചവിടെ പുറത്തേക്കാൻ പറ, ഇത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഷാജിയോട് നിങ്ങൾ തന്ന മൊഴി അനുസരിച്ച് 125 പവനും 50 ലക്ഷം രൂപയാണ് ഫിനാൻസിൽ നിന്ന് കളവ് പോയതല്ലേ? അപ്പോൾ ഷാജിയും ആ സാറേ. അപ്പോൾ മാനേജറോട് തനിക്ക് ഉറപ്പാണോ? മുതലാളി ഉറപ്പാന്നാ പറയുന്നേ. അതെ സാറേ. അപ്പോൾ നമ്മുടെ ഹീറോയില്ലേ മൂടി വെച്ച ഒരു ഷെൽഫ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ഫിനാൻസിൽ നിന്ന് കളവ് പോയ അതേ ഷെൽഫിന്റെ ഡെമോയാണിത്. അതുപോലെ ഇത് 50 ലക്ഷം രൂപയുടെ ഡെമ്മി നോട്ട്. നിങ്ങൾ തന്ന മൊഴി പ്രകാരം 500ന്റെയും 100ന്റെയും നോട്ടുകളാണ് അന്ന് കാണാതെ പോയത്. പിന്നെ 125 പവൻ സാധാരണ നിങ്ങൾ എങ്ങനെയാ പാക്ക് ചെയ്യുക അതുപോലെ പാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഈ 125 പവൻ സ്വർണവും 50 ലക്ഷം രൂപയും ഈ ലോക്കറിലേക്ക് വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്കറിയാലോ എങ്ങനെയാ വെച്ചെന്ന്. അപ്പോൾ ഒന്ന് വെച്ച് തരുമോ, ഒന്ന് കാണാനാ. അപ്പോൾ അവർ തരിച്ചു വെക്കുമ്പോൾ ഷാജിയോട് അഭ്യാസം ഇറക്കാതെ കറക്റ്റ് കണക്ക് പറടാ, അല്ലെങ്കിൽ ആമാരും നീയും ചേർന്നിട്ട് പ്ലാൻ ചെയ്തതാണോ? ഇപ്പൊ സത്യം പറഞ്ഞാല് ഞാൻ ഇത് പോട്ടേന്ന് വെക്കും, ഇല്ലെങ്കിൽ കേസിന്റെ രീതി തന്നെ മാറും. അപ്പോൾ അയാൾ വിറച്ചിട്ട് അല്ല സാറേ, ശരിക്കും 10 ലക്ഷം രൂപയും 80 പവനും പോയതാ. ഞങ്ങള് കുറച്ച് കൂട്ടി പറഞ്ഞതാ. അതായത് മോഷണത്തുക തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിലേ നഷ്ടം വരാതിരിക്കാനേ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി കയറ്റി പറഞ്ഞതാ സാറേ. അപ്പൊ ഹീറോ കൃഷ്ണേട്ട ഇവരുടെ ശരിക്കുള്ള മൊഴി രേഖപ്പെടുത്തുക. തെറ്റായ ഇൻഫർമേഷൻ തന്ന് കേസ് വഴിതിരിക്കാൻ നോക്കിയതിന് കേസും ചാർജ് ചെയ്തേക്ക്. അങ്ങനെ പുറത്തേക്ക് വരുമ്പോ പാർട്ടിക്കാരൻ സാബുല്ലേ, സാറേ ഈ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നത്? ഇതുവരെ നടക്കാത്ത മോഷണം, 3 കൊലപാതകം, പിന്നെ മാന്യന്മാരെ വിളിച്ച് സ്റ്റേഷനിൽ കയറ്റുക. അപ്പൊ ഹീറോ അവന്റെ അടുത്ത് വാങ്ങി നാക്കിയിട്ടുണ്ടെങ്കിലേ അതിന്റെ കുറെ എന്റെ നേരെ വേണ്ട. ആഹാ, കേസിന്റെ കാര്യം പോട്ടെ, 3 കൊലപാതകത്തിന്റെ കാര്യോ നീ തിളക്കാതെ സ്റ്റേഷനിൽ ഇറങ്ങിപ്പോടാ. അപ്പൊ സാബു ആണെങ്കിലേ സസ്പെൻഷൻ കിട്ടുമ്പോഴും ഈ തിളപ്പ് കാണണം, നീ എന്നെ ഒലത്തും. അപ്പോഴാണ് മണികണ്ഠന്റെ നാട്ടിലെ സ്റ്റേഷനിൽ നിന്ന് SI വിളിക്കുന്നത്. സാറേ നിങ്ങൾ അന്വേഷിച്ചില്ലേ, അവര് 4 പേരുമാണ് കഴിഞ്ഞ വർഷം ഈ നാട്ടിൽ നടന്ന റോബറി കേസിലെ പ്രതികള്. റോബറി മാത്രമല്ല, ഈ നാട്ടില് ഡ്രഗ്സ് സപ്ലൈ ഉണ്ടായിരുന്നു. അപ്പൊ ഹീറോ സാറേ അവര് ഈ നാട്ടിലും ഒരു റോബറി നടത്തിയിട്ടുണ്ട്. അതില് കുമാർ ഒഴിച്ച് ബാക്കി 3 പേരും ഇവിടെ കൊല്ലപ്പെട്ടു. അപ്പൊ ഇതിന്റെ പിന്നിൽ കുമാർ ആണ് എന്നാണ് നമ്മുടെ സംശയം. അവൻ ഇവിടുന്ന് കളഞ്ഞു കിടന്നാല് നേരെ അങ്ങോട്ടേക്ക് എത്തുക. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാല് ഉടനെ അറിയിക്കണം. കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സാറിന് ഞാൻ മെയിൽ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹീറോ അല്ലേ തന്റെ ടീമിനോട് കുമാറും അവന്റെ ടീമും അവരുടെ നാട്ടിൽ തന്നെ ഒരു ബാങ്ക് റോബറി നടത്തിയിട്ടാ ഇങ്ങോട്ട് കടന്നേ. അപ്പോ എല്ലാരും ഷോക്കായി പോവാണ്. അങ്ങനെ നൈറ്റ് ആയപ്പോ ഹീറോയ്ക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടാണ്. കാണാതായെന്ന് കരുതിയ മനോജില്ലേ അവൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ വീട്ടിലെത്തിയിട്ട് മനോജിന്റെ ഭാര്യയോട് അവനവിടെ സാറേ അങ്ങേര് ഇതുവരെ വന്നിട്ടില്ലാന്നോ? അങ്ങനെ വീട് അരിച്ചു പെറുക്കുമ്പോ അവനൊരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ആ റൂമിലേക്ക് എത്തുന്നുറപ്പായപ്പോ പിൻവാതിലൂടെ രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നാൽ ഓൾറെഡി ഹീറോയുടെ ടീം അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ തൂക്കിയിട്ട് അല്ലടാ നീ എന്താ പോലീസിനെ കണ്ടപ്പോ ഓടി രക്ഷപ്പെടാൻ നോക്കിയേ? അത് സാറേ ആ ഫിനാൻസിൽ നിന്ന് കുറച്ച് പൈസ ഞാൻ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അവസാനം കൊള്ളപ്പലിശായിട്ട് വീടും സ്ഥലവും പോകുന്നായപ്പോ സങ്കടത്തിൽ ഞാൻ 2 അടിച്ചിട്ട് സ്റ്റേഷനിൽ കംപ്ലൈന്റ് തരാൻ വന്നു. എന്നാലും ഞാൻ മദ്യപിച്ചു എന്ന് പറഞ്ഞ് എനിക്കന്ന് പറയാനുള്ളത് പോലും ഇവിടെ ആരും കേട്ടില്ല. അപ്പോൾ ദേഷ്യത്തിൽ തിരിച്ചു പോകുമ്പോൾ പോലീസ് ജീപ്പിന്റെ ഹെഡ്ലൈറ്റ് ഞാൻ കല്ലുകൊണ്ട് എറിഞ്ഞു പൊട്ടിച്ച്. അപ്പോൾ കൃഷ്ണയുടെ ചോദിക്കുന്നുണ്ട്, അല്ല പോലീസ് ജീപ്പിന്റെ കല്ലെറിഞ്ഞു പൊട്ടിച്ചേന് നീ എന്തിനാ ഒളിവ് പോയെ? ഞാൻ ഒളിവിൽ പോയിരുന്നില്ല സാറേ. ഇവിടത്തെ സ്ഥലം കയ്യിൽ പോകുന്നായപ്പോ പേരാമ്പ്രയിൽ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അത് വിറ്റിട്ട് ആ പൈസ ഇവിടെ അടച്ച് ഈ സ്ഥലം സേഫ് ആക്കാനാ ഞാൻ അങ്ങോട്ട് പോയെ. പിന്നെ ഹെഡ്ലൈറ്റിന്റെ കേസില്ലേ അതിൽ നിങ്ങൾ എന്നെ പിടിക്കുന്നതും കൂടി ഒരു പേടിയുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഹീറോ മനോജ് എന്നാ സ്റ്റേഷനിലേക്ക് വന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ്. അപ്പോൾ അന്ന് തന്നെയാണ് അരുളിന്റെ മരണം നടന്നിട്ടുള്ളത്. അപ്പോൾ കൃഷ്ണേട്ടനോട് ഈ മനോജ് അവന് രക്ഷപ്പെടാനുള്ള ഒരു ആലിബൈ ക്രിയേറ്റ് ചെയ്യാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സാറ് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. അതായത് ഇവൻ ആ ഒരു തമിഴന്മാരുമായിട്ട് ചേർന്നിട്ട് റോബറി പ്ലാൻ ചെയ്ത് അവൻ പേരാമ്പ്രയിലേക്ക് കടന്നു കളയാ. ചിലപ്പോൾ അവിടെ അവന് സ്ഥലം വെക്കാനുണ്ടായിട്ടുണ്ടാവും. അതൊക്കെ നേരത്തെ അവൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷമായിരിക്കും തമിഴന്മാര് ഇവിടെ റോബറി നടത്തിയിട്ടുണ്ടാവുക. പിന്നീട് അവരുടെ ഇടയിൽ വാക്ക് തർക്കമുണ്ടാകുന്നതും കൊലപാതകം നടക്കുന്നതൊക്കെ. മനോജിന്റെ കോൾ ഡീറ്റെയിൽസ് ഒന്ന് ശരിക്ക് ചെക്ക് ചെയ്യും. ഇവനുമായിട്ട് ആ തമിഴന്മാർക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ എന്നറിയണം. അപ്പോൾ കൃഷ്ണേട്ടനാണെങ്കിൽ അല്ല സാറേ അപ്പോഴും ആ തമിഴന്മാരില്ലേ കുമാർ അവൻ ഇപ്പോഴും ജീവനോടില്ലേ? അപ്പോൾ നമ്മുടെ ഹീറോ നേരെ മനോജിനോട് മര്യാദ പറടാ, നീയും തമിഴന്മാരും ചേർന്ന് നടത്തിയ പ്ലാനല്ലേ ആ റോബറി? അതിനുശേഷല്ലേ അവന്മാരെ നീയൊക്കെ തീർത്തേ? സാർ എന്തൊക്കെയാ പറയുന്നേ? അതവിടെ കേട്ടെ, നീ പേരാമ്പ്ര പോയിട്ട് നിന്റെ സ്ഥലം വിറ്റോ? ആ സാറേ വിറ്റു സാറേ. അപ്പോൾ ആനന്ദിനോട് ഒരു കാര്യം ചെയ്യ്, ഇവന്റെ ആ സ്ഥലം വിറ്റ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. മനോജിനെ കസ്റ്റഡി തന്നെ നിർത്ത്, തൽക്കാലം ഇവനെ വിടണ്ട. അപ്പോഴാണ് ACP സാറ് വിളിച്ചിട്ട് നാളെ തന്നെ ഓഫീസിലേക്ക് കാണാൻ ചെല്ലാൻ പറയുന്നത്. അങ്ങനെ ഇതുവരെ കണ്ടെത്തിയ കൺക്ലൂഷനൊക്കെ ACPയോട് പറയുമ്പോൾ മോശം നടത്തിയതാരാ, കൊലപാതകം നടത്തിയതാരാന്ന് മനസ്സിലായില്ലേ? അപ്പോൾ കേസ് ക്ലോസ് ചെയ്തൂടെ? അതല്ല സാറേ ആ തമിഴന്മാരിലെ കുമാറില്ലേ അവൻ എപ്പോഴും ഒളിവില്ല. അല്ല മണികണ്ഠന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ ആ ഗോൾഡും അവര് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് കിട്ടിയ ഫിനാൻസിലെ ഗോൾഡിന്റെ ഡീറ്റെയിൽസ് എല്ലാം കവറും സെയിം അല്ലേ? അത് സാറേ കുറച്ചു നാളായിട്ട് കാണാതായ മനോജ് എന്നൊരുത്തിനും ഈ കേസുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ACP തൽക്കാലം താൻ ഇങ്ങനെ ചെയ്യും, ആ തമിഴന്മാര് 4 പേരും കൂടി മോശം പ്ലാൻ ചെയ്തു. അതിലൊരുത്ത മാറാൻ നോക്കിയപ്പോൾ 3 പേരും കൂടി അവനെ തീർത്തു. അതിനുശേഷം കവർച്ച നടത്തിയ മുഴുവൻ ഗോൾഡും എമൗണ്ടും ഒറ്റക്ക് കൈക്കലാക്കാൻ കുമാർ ബാക്കി 2 പേരും തീർത്തിട്ട് നാട് കടക്കുന്നു. അപ്പോൾ അതുപോലെ റിപ്പോർട്ട് താ 1 മാസം കൊണ്ട് 3 കൊലപാതകവും ഒരു റോബറിയും. തന്റെ ലൈഫിൽ ഇത് ചെറിയ കാര്യമല്ല. അപ്പൊ ഹീറോ സാറേ ഇത് നമ്മുടെ സംശയം മാത്ര,
വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാടാ നിനക്ക് വേണ്ടേ? പിന്നെ ഒരാഴ്ച കൂടി നിനക്ക് ഞാൻ സമയം തരാം. അതിനുള്ളിൽ നിനക്ക് പറ്റുന്ന തെളിവുണ്ടാക്ക്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ റിപ്പോർട്ട് തരിക. അടുത്ത ആഴ്ച വരെ നിന്റെ അന്വേഷണമുള്ളൂ. അതിനുള്ളിൽ പുതിയ ഇൻസ്പെക്ടർ ജോയിൻ ചെയ്യും. തലയും വാലും അറിയാത്ത നിന്നെയൊക്കെ കേസ് ഏൽപ്പിച്ച എന്നെ പറഞ്ഞാൽ മതി. അങ്ങനെ നൈറ്റ് ഡെസ്പായിരിക്കുമ്പോൾ ഹീറോയെ അമ്മ വിളിക്കുകയാണ്. എന്താടാ നിന്റെ സൗണ്ടില് ഒരു മാറ്റം? ആ കേസിനെ കുറിച്ച് അന്വേഷിച്ചിട്ടാ നിന്റെ അമ്മാവൻ സർവീസ് കയറിയപ്പോ ഇതുപോലെ എത്ര കഥകൾ ഞാൻ കേട്ടിരിക്കുന്നു. കൂടിപ്പോയാല് അവര് നിന്നെ സസ്പെൻഡ് ചെയ്യും. അതിൽ കൂടുതൽ എന്ത് വരാനാ? പിടിച്ചു തിന്നൊന്നുമില്ല. നിന്റെ ശരി ഏതാണോ ആ ശരിക്കനുസരിച്ച് നീ ചെയ്യേ. അങ്ങനെ അമ്മ സമാധാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം സ്റ്റേഷനിലെത്തിയപ്പോ കോൺസ്റ്റബിള് ബാലേട്ടനില്ലേ, ടൗണില് ഒരു തട്ടാനെടുത്ത് ഒരാളൊരു മാല വിൽക്കാൻ കൊണ്ടുപോയി. അപ്പോ അത് മോഷണ വസ്തുവാണോ എന്ന് അയാൾക്കൊരു സംശയം. അപ്പൊ ഹീറോ ഉടനെ തന്നെ നമുക്ക് ആ കടയിലെത്തണം. അങ്ങനെ ഓണറോട്, അല്ല നിങ്ങൾക്ക് എന്താ സംശയം തോന്നാൻ കാരണം? അപ്പൊ അയാള്, സാറേ ഇന്നലെ രാവിലെ ഒരു സ്ത്രീ ഈ ഫോട്ടോയിൽ കാണുന്ന മാല വിൽക്കാനെന്ന് പറഞ്ഞ് കടയിലേക്ക് വന്നു. ഏകദേശം 2 പവനോളം തൂക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഏതെങ്കിലും സ്വർണ്ണക്കടയിൽ നിങ്ങൾക്കിത് കൊടുത്തൂടെന്ന്. അല്ല ഏട്ടാ, സ്വർണ്ണക്കടയിൽ കൊടുത്താല് പണിക്കൂലി തൂക്കത്തിൽ കഴിയുമെന്നൊക്കെ പറഞ്ഞ് അവർ കുറയ്ക്കും, ചേട്ടൻ നോക്കിയിട്ട് തന്നാ മതി. അപ്പോൾ ഞാന് മാക്സിമം ഒരു 1.10 തരാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, അത് കുഴപ്പമില്ല ഏട്ടാ, മാല എടുത്തിട്ട് പൈസ തന്നേക്കുന്ന്. അപ്പൊ സംശയം തോന്നിയപ്പോ അവരോട് ഞാൻ പറഞ്ഞു, എന്റെ കയ്യിലിപ്പോ റെഡി തരാൻ പൈസയില്ല. ഞാൻ സ്ഥിരം കൊടുക്കുന്ന ആളുകളെ വിളിച്ചിട്ട് അവരെത്രക്ക എടുക്കാൻ നോക്കട്ടെ, നിങ്ങളുടെ നമ്പർ വന്നോ, നാളെ ഞാൻ വിളിക്കാം. അപ്പൊ ആ സ്ത്രീ ആണെങ്കിൽ, അത് വേണ്ട ചേട്ടാ, ഞാൻ പോയിട്ട് നാളെ വന്നോളാം. സാറേ ഞാൻ ഈ പണി തുടങ്ങിയിട്ട് കുറേ വർഷമായി. സാധാരണ ഒരാളുടെ സ്വർണ്ണം വെക്കാൻ വരുമ്പോൾ അവർ മാക്സിമം അതിന് കിട്ടേണ്ട പൈസ വാങ്ങിയെടുക്കും. എന്നാലേ ഇന്നലെ വന്ന സ്ത്രീ ഞാൻ പറഞ്ഞ പൈസ പെട്ടെന്ന് അംഗീകരിച്ചു. പിന്നെ ഞാൻ നമ്പർ ചോദിച്ചാൽ അവർ തന്നൂല്ല. ഇന്ന് രാവിലെ വരാന്ന് പറഞ്ഞിട്ട് വന്നൂല്ല. അപ്പൊ ഹീറോ, അല്ലെ ഈ വന്ന സ്ത്രീയെ മുൻപ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി കണ്ടാൽ തിരിച്ചറിയോ? മുമ്പ് ഞാൻ കണ്ടില്ല സാറേ. അവരിവിടുന്ന് നേരെ പോയത് ആ തൊട്ടപ്പുറത്തെ മെഡിക്കൽ ഷോപ്പിലേക്കാ. അപ്പോൾ അവരേത് ഡ്രസ്സാണ് ഇട്ടിരുന്നേ. അതുപോലെ ഇനി വന്നു കഴിഞ്ഞാൽ ഹീറോയെ അറിയിക്കാനും പറഞ്ഞ് നമ്പറും കൊടുത്ത് നേരെ മെഡിക്കൽ ഷോപ്പിൽ വന്നിട്ട് ഇന്നലെ 11 മണി 11:30 ഈ കടയിലേക്ക് വന്ന ആളുകൾ വാങ്ങിയ മരുന്നിന്റെ ഡീറ്റെയിൽസ് തരുമോ? അങ്ങനെ ആ ഒരു മരുന്ന് ആരൊക്കെയാ വാങ്ങിയേ, ആ മരുന്ന് എന്തിനൊക്കെ ഉപയോഗിക്കാന്ന് നമ്മുടെ ഹീറോ ചോദിച്ച് മനസ്സിലാക്കാണ്. അപ്പോഴാണ് ആ തട്ടാന്റെ മകൻ കടയിലേക്ക് വരുന്നത്. അങ്ങനെ ഹീറോയും ടീമും അവിടുന്ന് വണ്ടിയെടുത്ത് കുറച്ച് മുമ്പിലെത്തിയപ്പോ തട്ടാൻ വിളിച്ചിട്ട് തന്റെ മകൻ എന്തോ കേട്ട കാര്യം പറയുമ്പോ ഹീറോ അവനോട്, എന്താ കേട്ടെ? സാറേ ആ ഒരു സ്ത്രീയില്ലേ, അവരെ കടയിൽ നിന്ന് ഇറങ്ങിയോട് ഫോണിലേക്ക് ഒരു കോള് വന്നു. റിംഗ് ടൂണ് ഒരു ചെണ്ട കൊട്ടുന്ന ശബ്ദമായിരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് എന്തോ കത്തിയിട്ട് ഒരു നമ്പർ അയച്ചു കൊടുത്ത് ആ നമ്പേഴ്സിന്റെ മൂവ്മെന്റ് ചെക്ക് ചെയ്യാൻ പറയാണ്. അപ്പോൾ ആ ഒരു സ്ത്രീ ആരാണെന്ന് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അവരുടെ ഫോട്ടോ ആ ഒരു തട്ടാനിൽ നിന്ന് വെരിഫൈ ചെയ്യുകയാണ്. അതുപോലെ ഈ മരുന്ന് സാധാരണ ആരും ഉപയോഗിക്കാൻ നോക്കുമ്പോൾ സ്ട്രോക്ക് വന്ന ആളുകൾക്കാണ് മരുന്ന് ഉപയോഗിക്കാറ്. അപ്പോഴാണ് ഹീറോയ്ക്ക് ഇതിന്റെ പിന്നിലെ ആനന്ദാണെന്ന് ഉറപ്പാവുന്നത്. കാരണം അവന്റെ അമ്മ ഒരു 1.5 മാസം മുമ്പ് സ്ട്രോക്ക് വന്ന് തളർന്നു പോയതല്ലേ. ആദ്യം അവന്റെ അമ്മയെ കാണാൻ വീട്ടിൽ പോയപ്പോ അവിടെ വെച്ച് ഒരു ഫോൺ റിങ് ചെയ്യുന്ന കേട്ടിരുന്നു. അതിന്റെ ശബ്ദവും ചെണ്ട കൊട്ടുന്ന ശബ്ദമായിരുന്നു. അങ്ങനെ നേരെ സ്റ്റേഷനിലെത്തിയിട്ട് നമ്മുടെ ഹീറോ ആനന്ദിനോട് ആ ഒരു സ്ത്രീയുടെ ഫോട്ടോ കാണിച്ചിട്ട്, ഇതാരാ? അപ്പൊ അവൻ, സാറേ എന്താ? ഇത് എന്റെ ഭാര്യ അഞ്ജന. അന്ന് വീട്ടിൽ വന്നപ്പോൾ സാറ് കണ്ടില്ലേ? അപ്പോൾ ആ സ്വർണ്ണമാല കാണിച്ചിട്ട്, ഇത് നിന്റെ ഭാര്യയുടേതാണോ? അല്ല സാറേ. പിന്നെ എങ്ങനെയാടാ ആ ഫിനാൻസിൽ നിന്ന് കാണാതെ പോയ മാല തട്ടാന്റെ അടുത്ത് നിന്റെ ഭാര്യ വിൽക്കാൻ പോവാ? അപ്പോൾ എല്ലാ പോലീസുകാരും ഷോക്കായി നോക്കുമ്പോ ആനന്ദ്, സാറേ എനിക്കൊന്നും അറിയില്ല. ഓ അങ്ങനെ. അപ്പോൾ നിന്റെ ഭാര്യയും ആ തമിഴന്മാര് ചേർന്നിട്ടായിരിക്കും ഫിനാൻസിൽ മോഷണം നടത്തിയതും തമിഴന്മാരെ കൊന്നതും അല്ലേ? അപ്പം കാര്യപ്പായിട്ട് സാറേ അനാവശ്യം പറയരുത്. അപ്പൊ എന്റെ മുഖത്തൊന്ന് കൊടുക്കുമ്പോ കോൺസ്റ്റബിൾ മുരളിയില്ലേ, സാറേ എന്താ ചെയ്യുന്നേ? അപ്പൊ ഹീറോ, ആനന്ദേ എനിക്കറിയാം, ഇത് നീ ഒറ്റക്കല്ല ചെയ്തേ, പറടാ നിന്റെ പിന്നിലാരാ? അപ്പോൾ കോൺസ്റ്റബിൾ ബിനീഷിനെ പിന്നിൽ നിന്ന് വിളിച്ച് മുമ്പിലിട്ടിട്ട് കൃഷ്ണേട്ടനോട്, കൃഷ്ണേട്ടാ അന്ന് ഫിനാൻസിൽ മോഷണം പോയ ദിവസം ആരൊക്കെയാ പെട്രോളിന് പോയ? ആനന്ദും ബിനീഷാണ് സാറേ. നിങ്ങൾ എങ്ങോട്ട് പോയെന്നു പറഞ്ഞ് പൂക്കോട് ഭാഗത്തല്ലേ? ശരിക്കും അങ്ങോട്ട് തന്നെ പോയേ? ഒന്ന് ചിന്തിച്ചു നോക്ക്. അതെ സാറേ അങ്ങോട്ട് തന്നെയാ. ആഹാ, എന്നാ അല്ല, ചിലപ്പോൾ നിങ്ങൾ മറന്നു പോയതായിരിക്കും. അന്ന് മോഷണം ഫിനാൻസിൽ നടന്ന സമയത്ത് നിങ്ങൾ 2 പേരും അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. CCTV വിഷ്വൽസിൽ ജീപ്പിന്റെ ലൈറ്റിന്റെ റിഫ്ലക്ഷനിൽ നിങ്ങളെ കണ്ടു ഞാൻ. നിങ്ങളെ ജീപ്പ് ചതിച്ചു. അപ്പോഴാണ് ഇവര് തന്നെയാണ് ആ തമിഴന്മാരെ റോബറിക്ക് ആ ബാങ്കിലേക്ക് കടത്തിവിട്ടത്. അപ്പൊ ഹീറോ, നിങ്ങളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കൂടെ നിന്ന് ചതിക്കായിരുന്നല്ലേ? ഒരു കൂടപ്പുറപ്പിനെ പോലെയല്ലേ നിങ്ങളെയൊക്കെ ഞാൻ കണ്ടേ. നിങ്ങളുടെ മേലെ സംശയം വന്നപ്പോൾ തന്നെ അന്ന് മക്കമലയിലെ ഒരു ബോഡി കണ്ടുവെന്ന് നീ പറഞ്ഞില്ലേ? അതുപോലെ മനോജിനെ ചോദ്യം ചെയ്തപ്പോൾ അതേ ദിവസം തന്നെയാണ് തമിഴന്മാര് ഇങ്ങോട്ട് വന്നതെന്ന് നീ എന്നോട് പറഞ്ഞില്ലേ? അപ്പൊ തന്നെ നിന്നിലേക്ക് എത്താനുള്ള വഴി നീ തന്നെ തുറന്നു തന്നു. അപ്പൊ ഹീറോ, ഇനി പറ എന്തിനായിരുന്നു? അപ്പോൾ അവര് മിണ്ടാതിരിക്കുമ്പോൾ എന്നാ പിന്നെ മുകളിലുള്ള ഓഫീസേഴ്സ് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചോളൂ. അങ്ങനെ ഫോൺ വിളിക്കാൻ നോക്കുമ്പോൾ കോൺസ്റ്റബിൾ മുരളിയില്ലേ ഹീറോയുടെ ഫോൺ വാങ്ങിയിട്ട് ചുമരിലെറിഞ്ഞ് പൊട്ടിക്കുകയാണ്. എന്നിട്ട്, വേണ്ട സാറേ അങ്ങ് വിട്ടേക്ക്. അപ്പൊ ഹീറോ ഷോക്കായിട്ട്, നീയും ഈ കൂട്ടത്തിലുണ്ടായിരുന്നല്ലേ? എനിക്കറിയാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. കൃഷ്ണേട്ടാ ആ ഫോണൊന്നതാ. അപ്പൊ കൃഷ്ണേട്ടൻ, വിട്ട് കള സാറേ. അപ്പൊ ഹീറോ ശരിക്കും തരിച്ചു പോവാണ്. സാറേ ഒരു അബദ്ധം പറ്റിയതാ, സാറ് സഹകരിക്കണം. കുറെ ജീവിതങ്ങളുടെ പ്രശ്നം. സാറിന് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം അറിഞ്ഞാൽ പോരെ. ഈ ഭാഗത്ത് ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നത് അരുളാണെന്ന് കൂടെയുള്ള അൻപിന്റെയും കുമാറിന്റെയും സമ്മതത്തോടെ അരുളിനെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തു. അപ്പോൾ അവൻ പറഞ്ഞത്, സാറേ ഞങ്ങൾ 4 പേര് ചേർന്നിട്ടാ
ബാംഗ്ലൂരിൽ നിന്ന് ഡ്രഗ്സ് ഇവിടെ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുന്നത്. പണത്തിന്റെ പേരിൽ നമ്മൾ തമ്മിൽ പ്രശ്നമായപ്പോൾ അവര് എന്നെ ഇട്ട് തന്നതാ. പിന്നെ നീ പറയുന്നൊക്കെ പോലീസുകാർ വിശ്വസിക്കണമല്ലോ. സാറേ എനിക്കറിയാം, അവര് തന്ന പൈസ വാങ്ങിയിട്ട് എന്നെ പൂട്ടാന പരിപാടിയല്ലേ. അപ്പൊ കലിപ്പായപ്പോ മുരളി അവനോടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. അതില് പ്രഷർ കയറിയിട്ട് അവൻ പോലീസുകാരുടെ മേലെ കൈവയ്ക്കാണ്. സാറിനറിയാലോ, പോലീസുകാരുടെ മേലെ ഒരാൾ കൈവച്ചാല് വെറുതെ ഇരിക്കോ. ആ ദേഷ്യത്തില് ഞങ്ങൾ എല്ലാവരും ചേർന്ന് അവനെ അങ്ങ് മേഞ്ഞു. അതിൽ അവനങ്ങ് തീർന്നുപോയി. ഇതൊരു ലോക്കപ്പ് മരണമായിട്ട് ഒരിക്കലും പുറത്തറിയാൻ പാടില്ല. അതിന് ഇവന്റെ കൂടെയുള്ള 3 തമിഴന്മാരില്ലേ, അവരെ 3 പേരെയും സ്റ്റേഷനിലേക്ക് വിളിക്കുക. അതിനുശേഷമുള്ള ഈ നാട്ടിലെ എല്ലാ CCTVയും ഞങ്ങളങ്ങ് തകരാറിലാക്കി. പിന്നെ അരുണിന്റെ കൂടെയുള്ള ബാക്കി 3 ആളുകളെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഓൾറെഡി തമിഴ്നാട്ടിലെ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് കുത്തിപ്പൊളിച്ചിട്ടാണ് അവരിങ്ങോട്ട് കടന്നതെന്ന് മനസ്സിലായത്. അപ്പോ അവർ വെച്ച് ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കി. ആനമല ഫിനാൻസ് നടന്ന ആ ഒരു റോബറി. അങ്ങനെ ആ 3 തമിഴന്മാരെ കൊണ്ട് തന്നെയാണ് അരുളിന്റെ ബോഡി കാട് പിടിച്ചു കിടന്ന റിജിയുടെ പറമ്പിൽ കൊണ്ടുപോയിട്ടത്. 4 ദിവസം കഴിയുമ്പോൾ പോലീസ് ആ ബോഡി കണ്ടെത്തും. അപ്പോൾ ഇതുവരെ നാട്ടില് ഒരു ക്രൈം നടക്കാതെ പെട്ടെന്നൊരു ക്രൈം വരുമ്പോൾ നാടും നാട്ടുകാരും അതിന്റെ പിന്നാലെ പോവും. ആ സമയത്ത് ആനമല ഫിനാൻസ് കൊള്ളയടിക്കുക. അങ്ങനെ മോഷണം നടത്തിയിട്ട് ആ ഒരു ഷെൽഫില്ലേ, അത് പോലീസ് ജീപ്പിൽ തന്നെയാണ് ആനന്ദും സുധീഷും അവിടുന്ന് കൊണ്ടുപോയത്. അപ്പോൾ കോൺസ്റ്റബിൾ കൃഷ്ണൻ പറയുന്നുണ്ട്, ആ മോഷണം നടത്തിയിട്ട് കുറച്ച് പൈസ കൊടുത്ത് അവന്മാരെ സെറ്റിൽ ചെയ്ത് നാട്ടിലേക്ക് വിടാന്നാ ഞങ്ങൾ കരുതിയെ. എന്നാൽ അവന്മാരാണെങ്കിൽ കൊള്ളയടിച്ചതിന്റെ പകുതി ഷെയർ വേണമെന്ന് വാദിച്ചു. തരാൻ പറ്റില്ല, നിനക്കൊക്കെ പറ്റുന്ന ചെയ്യാൻ പറഞ്ഞപ്പോൾ സാറേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് അരുളിനെ സ്റ്റേഷനിൽ വെച്ച് തീർത്തതും അതിന്റെ മറവില് ഫിനാൻസ് കൊള്ളയടിച്ചതും പോലീസിനോട് ഞങ്ങൾ പറയട്ടെ. അവന്മാര് അങ്ങനൊരു കളി കളിക്കുന്ന കരുതിയില്ല. അപ്പോൾ വേറെ വഴിയില്ലാതെ ചെയ്യേണ്ടി വന്നതാ സാറേ. അങ്ങനെ അവിടെ വെച്ച് തന്നെ ബാക്കി 2 എണ്ണത്തിനെയും ഞങ്ങളങ്ങ് തീർത്തു. അപ്പോൾ ഒരുത്തിനെ ബാക്കി വെച്ചപ്പോൾ ഇതിന്റെയൊക്കെ മാസ്റ്റർ മൈൻഡായ കൃഷ്ണൻ പറയുന്നുണ്ട്, 3 പേരുടെ ബോഡി കിട്ടിയാൽ മതി, ഒരാൾ എപ്പോഴും മിസ്സിംഗ് ആയിരിക്കണം, അവനെ വെച്ച് വേണം നമുക്ക് കളി കളിക്കാൻ. അങ്ങനെയാ സാറേ ആ പ്ലാന് ഞാൻ ഉണ്ടാക്കുന്നത്. ആ തമിഴന്മാർ 4 പേരും ചേർന്ന് റോബറി പ്ലാൻ ചെയ്തു. അതിൽ നിന്ന് അരുൾ പിന്മാറിയപ്പോൾ അവനെ 3 പേരും ചേർന്ന് തീർത്തു. മോഷണം നടന്നു കഴിഞ്ഞ ശേഷം സ്വർണവും പണവും ഒറ്റ കൈക്കലാക്കാൻ കുമാർ 2 പേരെയും അങ്ങ് തീർത്ത് നാട് വിട്ടു. അതിനുശേഷം പോലീസുകാർ തന്നെയാണ് ഓരോ ബോഡി ഓരോ സ്ഥലത്ത് ഡിസ്പോസ് ചെയ്യുന്നതും പിന്നീട് ഓരോ ദൃക്സാക്ഷികൾ കണ്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിക്കുന്നതും. അതിനുശേഷം ആ ഒരു ബോഡി വെരിഫൈ ചെയ്യാൻ നമ്മുടെ ഹീറോ പോയപ്പോൾ ആ ബോഡി കണ്ടുടൻ തന്നെ ആനന്ദാണ് ഹീറോയെ അടിച്ച് ബോധം കെടുത്തുന്നത്. അതുപോലെ ആ തമിഴന്മാരുടെ വീട്ടിൽ നിന്ന് ഗോൾഡ് ചെയിനിന്റെ ഒരു ചീട്ട് കിട്ടിയിരുന്നില്ലേ, അത് കോൺസ്റ്റബിൾ മുരളിയാണ് അവിടെ വെച്ചിരുന്നത്. എന്നിട്ട് അവിടെ വെച്ച് കിട്ടിയ പോലെ ഡ്രാമ ഇറക്കി ഹീറോയെ പറ്റിക്കായിരുന്നു. അപ്പൊ ഹീറോ, അല്ല അങ്ങനെയാണെങ്കിൽ കുമാർ അവനവിടെ അവന്റെ ബോഡി? അപ്പോ ASI കൃഷ്ണനില്ലേ, സാറേ ആ രഹസ്യം പണ്ടാരോ സിനിമയെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ, അതില് ഞങ്ങളുടെ രക്ഷ. അങ്ങനെ അവര് പറഞ്ഞത് കേട്ട് ഷോക്കാ ഹീറോ നിൽക്കുമ്പോ, സാറേ ഇത് ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധ, കൂടെ നിൽക്കണം, പുറത്തിറങ്ങിയാല്. അപ്പൊ ഹീറോ, അരുളിന്റെ മരണം നിങ്ങൾക്ക് പറ്റിയൊരു കയ്യബദ്ധാന്ന് എനിക്ക് മനസ്സിലാവും, പക്ഷേ അതിന്റെ മറവില് നിങ്ങൾ ചെയ്തു കൂട്ടിയത് ഇത് ഉറപ്പായിട്ടും എനിക്ക് റിപ്പോർട്ട് ചെയ്തേ മതിയാവും. അങ്ങനെ ഹീറോ തന്റെ ക്യാബിലേക്ക് പോകുമ്പോൾ ആരോ ഹീറോ ക്യാബിൽ നിന്ന് ചവിട്ടി തെറിപ്പിക്കുകയാണ്. അപ്പോഴാണ് നമ്മളടക്കം ഷോക്കായി പോകുന്നത്. അത് വേറെ ആരുമല്ല, കോൺസ്റ്റബിള് വിദ്യയില്ലേ, അവളാണ്. അങ്ങനെ അവര് സ്റ്റേഷൻ ലോക്ക് ചെയ്തിട്ട്, സാറേ ഞങ്ങളുടെ സാഹചര്യം ഞങ്ങളെ കൊണ്ടിത് ചെയ്യിച്ചേ, ഒരാളെ വില്ലനാക്കണോ നായകനാക്കണോന്ന് സിറ്റുവേഷനല്ലേ തീരുമാനിക്കുക. അപ്പോൾ നാളെ നാട്ടിലെ വാർത്ത, ഇവിടെ നടന്ന കൊലപാതകത്തിന്റെയും മോശങ്ങളുടെയും പ്രതി കുമാറിനെ പിടിക്കാൻ SI വിജയ് ശ്രമിക്കുമ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നായിരിക്കും. അങ്ങനെ എല്ലാവരും ചേർന്ന് ഹീറോയെ വളഞ്ഞ് ആക്രമിക്കുകയാണ്. എന്നാൽ ഹീറോ അവരോരോരുത്തരും ചെറുക്കാൻ നോക്കുമ്പോൾ അവസാനം വിദ്യയില്ലേ, അവള് തന്നെ ഹീറോ ബെഞ്ചിലേക്ക് തള്ളിയിടുകയാണ്. തലമുറിഞ്ഞ് എങ്ങനെയൊക്കെ എഴുന്നേക്കാൻ നോക്കുമ്പോഴേ ഈ റസീലേക്ക് കുത്തിവെക്കുന്ന ഒരു കമ്പിയില്ലേ, അതെടുത്തിട്ട് കൃഷ്ണൻ ഹീറോയുടെ ഷോൾഡറിൽ കുത്തിയിറക്കുകയാണ്. അപ്പോൾ വേദനയിൽ പൊളഞ്ഞ് ഹീറോ കൃഷ്ണനെ കൈമടക്കി ആ ഒരു പിന്നെടുത്ത് ബാക്കി എല്ലാത്തിനെയും അത് വെച്ച് കുത്തി മുറിവേൽപ്പിക്കുകയാണ്. ആ കൂട്ടത്തില് തടുക്കാൻ വന്ന വിദ്യയുടെ കയ്യിലൂടെ ആ കമ്പി കുത്തിക്കയറ്റാണ്. അങ്ങനെ അത് വലിച്ചൂരിട്ട് കൃഷ്ണന്റെ മോക്കിടിച്ച് പഞ്ചറാക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഓഫീസേഴ്സ് ഹീറോയെ പിടിച്ച് വലിച്ച് അവസാനം ഒരുത്തൻ കണ്ണെടുത്ത് പൊട്ടിക്കാൻ നോക്കുമ്പോൾ ഹീറോ അവനെ ചവിട്ടി തെറിപ്പിച്ച് ഒരു റെസ്ക്യൂ ഗ്യാസിന്റെ ടാങ്ക് എടുത്ത് അവനെ തലയടിച്ച് പൊട്ടിക്കുകയാണ്. അപ്പോൾ അവിടെ മുഴുവനായിട്ട് ആ ഗ്യാസ് പരന്നില്ലേ. അപ്പോൾ ഹീറോ അവർക്ക് കിട്ടാത്ത രീതിയിൽ ഒളിച്ചു നിന്ന് ഓരോരുത്തരും അടിച്ച് പിഴിയുന്നുണ്ട്. അപ്പോൾ വിദ്യയാണെങ്കിൽ അവളുടെ കരോട്ട ടെക്നിക്ക് വെച്ചിട്ട് ഹീറോയ്ക്ക് നേരെ പാഞ്ഞു വരുമ്പോൾ അവളെ മാസാരി ബ്ലോക്ക് ചെയ്ത് അവളുടെ മുഖം അടിച്ച് പരത്തി ജനലിൽ ഇടിച്ച് തകർക്കുന്നുണ്ട്. അങ്ങനെ ഏലെണ്ണത്തിനെയും അടിച്ച് പിഴിഞ്ഞ് ബോധം കെടുത്തിട്ടിട്ട് കൂടെ നിന്ന ആള് തന്നെ നെഞ്ചിലാണി കുത്തിയ സങ്കടത്തില് ഹയർ ഓഫീസേഴ്സിനെ വിളിച്ച് ഇൻഫോം ചെയ്യാണ്. അപ്പോൾ ACPയും അതുപോലെ ഈ പ്ലാനുമായിട്ട് ബന്ധമില്ലാത്ത ബാലേട്ടനും രമ്യയും ആ സ്റ്റേഷനിലേക്ക് എത്താണ്. അങ്ങനെ ഏലെണ്ണത്തിനെയും അവിടെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഹീറോയെ കളിയാക്കിയ എല്ലാ നാട്ടുകാരും ഹീറോയെ പ്രശംസിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ട്വിസ്റ്റുകളുടെ പൊടിപൂരം തന്നെയായിരുന്നില്ലേ? വീഡിയോ വരാൻ കുറച്ചധികം ലേറ്റ് ആയല്ലേ? ഓൾറെഡി എൻ്റെ സിറ്റുവേഷൻ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ, നല്ല സ്ട്രെയിൻ വെച്ചിട്ടാണ് ഞാൻ പതിയെ ഈ വോയിസ് കംപ്ലീറ്റ് ചെയ്ത്. ഇനി അങ്ങോട്ട് മാക്സിമം വീഡിയോയുമായിട്ട് വരാൻ തന്നെയാണ് പ്ലാന്. അതിന് നിങ്ങൾ കൂടെ ഉണ്ടാകുന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് കിട്ടണം. അപ്പോൾ എല്ലാ TM ഫാമിലിയിലെ മെമ്പേഴ്സും ഈ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആ ഒരു ഹൈപ്പും കൊടുക്കുക. ഇതിലും അടിപൊളി കഥകളും സീരിയസുമായിട്ട് നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ഇത് നിങ്ങളുടെ സ്വന്തം ട്വിസ്റ്റ് മലയാളി. ടാറ്റ, ബൈ ബൈ.